വെൽക്കം ടു സ്റ്റുഡന്റ്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഫിസിക്സിന്റെ തേർഡ് ചാപ്റ്ററിന്റെ ഫോക്കസ് പോയിന്റ് വീഡിയോ ആണ്. സോ ഫോക്കസ് പോയിന്റിൽ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ആ ചോദ്യങ്ങളെല്ലാം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. സോ അതിന് മുമ്പ് സ്റ്റുഡന്റ് റാപ്പിഡ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. റാപ്പിഡ് കോഴ്സിൽ ചേരാൻ താല്പര്യമുള്ളവർക്ക് താഴെ വാട്സ്ആപ്പ് നമ്പർ പ്രൊവൈഡഡ് ആണ് ഡിസ്ക്രിപ്ഷനിൽ. സോ അതുവഴി ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ ഗ്രൂപ്പ് ലിങ്ക് പ്രൊവൈഡഡ് ആണ്. സോ അതുവഴിയും ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഡിലേ ആക്കുന്നില്ല, നമുക്ക് ചാപ്റ്ററിലോട്ട് കിടക്കാം. അപ്പൊ തേർഡ് ചാപ്റ്ററിന്റെ പേരാണ് കറണ്ട് ഇലക്ട്രിസിറ്റി. സോ ചാപ്റ്റർ ബിഗിൻ ചെയ്യുന്നതിന് മുമ്പ് എന്താണ് ഇലക്ട്രിക് കറണ്ട്? കറണ്ടിന് നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യുക? ഐ എന്നാണ് ഡിനോട്ട് ചെയ്യുക. സോ വാട്ട് യു മീൻ ബൈ ഇലക്ട്രിക് കറണ്ട്? എന്താണ് ഇലക്ട്രിക് കറണ്ട്? ഇലക്ട്രിക് കറണ്ട് എന്ന് പറഞ്ഞാൽ ദ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജസ്. ഒരു കണ്ടക്ടർ എന്ന് എടുത്തു എന്ന് വെക്കുക. ആ കണ്ടക്ടറിലൂടെ എത്ര നിരക്ക്, റേറ്റ് മീൻസ് എന്താ പറയാ, വിത്ത് റെസ്പെക്ട് ടു ടൈമിനെ പറയുന്നതിനാണ് നമ്മൾ എന്ത് പറയാ, റേറ്റ് എന്ന വാക്കുകൊണ്ട് ഉപയോഗിക്കുക. സോ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജസിനെയാണ് നമ്മൾ എന്ത് പറയാ, ഇലക്ട്രിക് കറണ്ട് എന്ന് പറയാ. സോ നമുക്ക് ചാർജിനെ നമ്മൾ Q എന്നാണ് ഡിനോട്ട് ചെയ്യുക. ചാർജിനെ നമ്മൾ Q എന്നാണ് ഡിനോട്ട് ചെയ്യുക. സോ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജിനെ നമുക്ക് Q/T എന്ന് എഴുതാം. Q/T മീൻസ് റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ്. സമയത്തിനനുസരിച്ച് എത്രത്തോളം ചാർജ് ഫ്ലോ ചെയ്തു എന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ, ഇലക്ട്രിക് കറണ്ട് എന്ന് പറയാ. നമുക്ക് ഈ ഒരു ഫോർമാറ്റിൽ എഴുതാം. അതർവൈസ് I = dQ/dt എങ്ങനെ വേണമെങ്കിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. രണ്ടും സെയിം തന്നെയാണ്. ഫൈൻ. ഇനി നമുക്ക് അറിയേണ്ടത് ഇതിന്റെയൊക്കെ യൂണിറ്റുകൾ എന്താണ്. ഇലക്ട്രിക് കറണ്ടിന്റെ യൂണിറ്റ് എന്താണ്? ഇലക്ട്രിക് കറണ്ടിന്റെ യൂണിറ്റ് ആംപിയർ ആണ്. ഇലക്ട്രിക് കറണ്ടിന്റെ യൂണിറ്റ് ആംപിയർ ആണ്. ചാർജിന്റെ യൂണിറ്റ് എന്താണ്? കൂളംസ് ആണ്. ചാർജിന്റെ യൂണിറ്റ് കൂളംസ് ആണ്. സമയം നമ്മൾ ഏതിലാണ് റെപ്രസെന്റ് ചെയ്യുക? സമയം നമ്മൾ സെക്കൻഡിലാണ് റെപ്രസെന്റ് ചെയ്യുക. സമയം മിനിറ്റില് ഹവറിലെല്ലാം റെപ്രസെന്റ് ചെയ്യാം. പക്ഷെ SI യൂണിറ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് ആണ്. ചാർജിന്റെ കുളമ്പ് ആണ്. കറണ്ടിന്റെ ആംപിയർ ആണ്. ഇത് മാറിപ്പോരുത്. സോ എന്താണ് ഇലക്ട്രിക് കറണ്ട്? ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ് ത്രൂ എ കണ്ടക്ടർ ഈസ് നോൺ ആസ് ഇലക്ട്രിക് കറണ്ട്. ഇറ്റ്സ് യൂണിറ്റ് ഈസ് ആംപിയർ. ക്ലിയർ അല്ലേ? സോ ഇതാണ് ഇലക്ട്രിക് കറണ്ടിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഈ ചാപ്റ്ററിന്റെ പേര് കറണ്ട് ഇലക്ട്രിസിറ്റി ആയതുകൊണ്ടാണ് ഞാനൊരു ഇൻട്രൊഡക്ഷൻ പ്രൊവൈഡ് ചെയ്തത്. ദെൻ ഇനി നമുക്ക് അറിയേണ്ടത്, നിങ്ങളുടെ ഫോക്കസ് പോയിന്റിലുള്ള ആദ്യത്തെ ഇമ്പോർട്ടന്റ് ചോദ്യം എന്ന് പറയുന്നത് ഓംസ് ലോ ആണ്. ഓംസ് ലോ വളരെ ഇമ്പോർട്ടന്റ് ആണ്. മോസ്റ്റ് ഓഫ് ദ എക്സാംസ് നമ്മൾ കണ്ടുവരുന്ന ഒരു ചോദ്യമാണ് ഓംസ് ലോ. സോ ഓംസ് ലോ എന്താണ് പറയുന്നത്? ഓംസ് ലോന്റെ സ്റ്റേറ്റ്മെന്റ് ഇമ്പോർട്ടന്റ് ആണ്, അതിന്റെ ഫോർമുല ഇമ്പോർട്ടന്റ് ആണ്, അതിന്റെ ഗ്രാഫും ഇമ്പോർട്ടന്റ് ആണ്. സോ എല്ലാം വൃത്തിയായിട്ട് വെക്കുക. ഓംസ് ലോ പറയുന്നത് വെച്ചാൽ നമ്മളൊരു കണ്ടക്ടർ എടുത്തു എന്ന് വെക്കുക. ആ കണ്ടക്ടറിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് ഈ കണ്ടക്ടറിന്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഒരു കണ്ടക്ടർ എടുത്തു, അല്ലെങ്കിൽ മെറ്റാലിക് ഒരു വയർ എടുത്തു എന്ന് വെക്കുക. ആ വയറിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് ഈ വയറിന്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. സോ നമുക്ക് എങ്ങനെ എഴുതാം? B directly proportional to I എന്ന് എഴുതാം. B directly proportional to I. Potential is directly proportional to the current. B directly proportional to I. പ്രൊപ്പോർഷണാലിറ്റി മാറ്റണമല്ലോ. നമ്മൾ എപ്പോഴും പ്രൊപ്പോർഷണാലിറ്റി മാറ്റിയിട്ട് ഏതെങ്കിലും ഒരു കോൺസ്റ്റന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് ചെയ്യാറ്. സോ B എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി നമ്മളൊരു കോൺസ്റ്റന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. B = RI. R എന്താണ്? R ആണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സോ R ആണ് റെസിസ്റ്റൻസ്. അപ്പൊ B is directly proportional to I. B = RI. R ആണ് നമ്മുടെ റെസിസ്റ്റൻസ്. എന്താണ് റെസിസ്റ്റൻസ്? അതിന്റെ യൂണിറ്റ് എന്താണ്? വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് റെസിസ്റ്റൻസ്? അതിന്റെ യൂണിറ്റ് എന്താണ്? റെസിസ്റ്റൻസ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? മലയാളത്തിൽ പ്രതിരോധിക്കുക. സോ കറണ്ടിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫാക്ടർ ആണ്, അല്ലെങ്കിൽ ഒരു ഡിവൈസ് ആണ് റെസിസ്റ്റർ. സോ അതിന്റെ പ്രോപ്പർട്ടി ആണ് റെസിസ്റ്റൻസ്. പ്രതിരോധിക്കുക, കറണ്ടിനെ തടഞ്ഞു നിർത്തുക. സോ റെസിസ്റ്റൻസ് കൂടിയാൽ കറണ്ട് കുറയും. എങ്ങനെയാണ് നമുക്ക് റിലേറ്റ് ചെയ്യാം? സോ ഈ ഇക്വേഷനെ നമ്മൾ ഇതിനെ 1 എന്ന് കൊടുത്തു, ഇതിനെ 2 എന്ന് കൊടുത്തു. നമുക്ക് ഈ 2 എന്നൊന്ന് റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചാലോ? R = V/I. എന്താ സൂചിപ്പിക്കുന്നത്? കറണ്ടും റെസിസ്റ്റൻസും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. റെസിസ്റ്റൻസ് കൂടിയാൽ കറണ്ട് കുറയും. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ നോട്ട്സ്. റെസിസ്റ്റൻസ് കൂടിയാൽ കറണ്ട് കുറയും. R = V/I. ഇത് വെച്ചിട്ട് പ്രോബ്ലംസ് ഒക്കെ പരീക്ഷകൾ ചോദിക്കാം. സോ വൃത്തിയായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് പഠിക്കുക. ദെൻ നമുക്ക് ഓംസ് ലോന്റെ ഗ്രാഫ് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. ഗ്രാഫ് വരയ്ക്കുമ്പോൾ എല്ലാവരും തെറ്റിക്കുന്ന ഒരു കാര്യമുണ്ട്. കറണ്ട് ഏത് ആക്സിസിൽ വരയ്ക്കും? X ആക്സിസും ഉണ്ട്, Y ആക്സിസും ഉണ്ട്. ഇതിൽ കറണ്ട് നമ്മൾ ഏത് ആക്സിസിൽ വരയ്ക്കും? കറണ്ട് X ആക്സിസിലാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. കറണ്ട് ഏത് ആക്സിസിലാണ്? X ആക്സിസിലാണ് റെപ്രസെന്റ് ചെയ്യുക. വോൾട്ടേജ് നമ്മൾ Y ആക്സിസിലാണ് റെപ്രസെന്റ് ചെയ്യുക. കറണ്ട് X ആക്സിസ്, വോൾട്ടേജ് Y ആക്സിസ്. സോ ഇത് രണ്ടും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിട്ട് നമുക്ക് എന്താ കിട്ടുക?
നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ ആണ് കിട്ടുക. നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ ആണ് കിട്ടുക, രണ്ടും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയത് കാരണം നമുക്ക് കിട്ടുന്നത് ഗ്രാഫിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. സോ നമ്മൾ ഈ ലൈനിന്റെ സ്ലോപ്പ് എടുക്കുകയെന്ന് നോക്കി, ലൈനിന്റെ സ്ലോപ്പ് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും ചോദിക്കാം, പരീക്ഷയോട് ചോദിക്കാം. വാട്ട് ഈസ് ദ സ്ലോപ്പ് ഓഫ് ദ ഗ്രാഫ് എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ഇത് തരാം. ഇങ്ങനെ ഒരു ഗ്രാഫ് വന്നിട്ട് ഇതിന്റെ സ്ലോപ്പ് എന്താണ്, അല്ലെങ്കിൽ ഏത് ലോനനുസരിച്ചാണ് നിങ്ങൾ ഇത് പറയുന്നത് എന്ന രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കാം. സോ സ്ലോപ്പ് എന്താണ്, ഇത് v ആണ്, ഇത് i ആണ്, ഇത് v ആണ് i ആണ്. സോ r ഈക്വൽ ടു v ബൈ i അല്ലേ. സോ നമ്മുടെ സ്ലോപ്പ് എന്താണ്, റെസിസ്റ്റൻസ് ആണ്. ഓംസ് ലോന്റെ ഗ്രാഫിന്റെ സ്ലോപ്പ് എന്താണ്, റെസിസ്റ്റൻസ് ആണ്. ക്ലിയർ അല്ലേ. റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ആണ് ഓം. ഒരു ഹമ്പ് പോലെ, റോഡിനകത്ത് കാണുന്ന ഹമ്പ് പോലെ വരച്ചാൽ മതി. ഇതാണ് ഓം എന്നാണ് പറയുക. ഇത് റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ആണ്. ദ യൂണിറ്റ് ഓഫ് റെസിസ്റ്റൻസ് ഈസ് ഓം. അപ്പൊ നമുക്ക് എന്താണ് ഓംസ് ലോ എന്ന് മനസ്സിലായ. ഓംസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് the current through a conductor is directly proportional to the potential difference across the conductor. So V is directly proportional to I. V equal to Ri, where R is the resistance. Its unit is Ohm. R equal to V by I എന്ന് എഴുതാം. ഈ ഇക്വേഷൻ R നെ മാത്രം അവിടെ നിർത്താം, അതിനെ താഴോട്ട് കൊണ്ടുവരാം. R equal to V by I എന്ന് എഴുതി. Then Ohm's law മറ്റൊരു ഇമ്പോർട്ടന്റ് ചോദ്യമാണ് അതിന്റെ ഗ്രാഫ്. എങ്ങനെയാണ് നമുക്ക് ഗ്രാഫ് വരയ്ക്കാം. I x ആക്സിസിലും V y ആക്സിസിലും വരയ്ക്കണം. I x ആക്സിസിലും V y ആക്സിസിലും വരച്ചാൽ നമുക്ക് എന്ത് കിട്ടും, സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. ബിക്കോസ് പ്രപ്പോർഷണൽ ആണ്, അതുകൊണ്ട് സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. ഗ്രാഫിന്റെ സ്ലോപ്പ് എന്താണ്, റെസിസ്റ്റൻസ് ആണ്. ഗ്രാഫിന്റെ സ്ലോപ്പ് എന്ത് കിട്ടും, റെസിസ്റ്റൻസ് എന്ന് കിട്ടും. ഇതുവരെ ഓക്കെ അല്ലേ. ദെൻ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ പറയുന്ന റെസിസ്റ്റൻസിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്. റെസിസ്റ്റൻസിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്, റെസിസ്റ്റൻസിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്. എളുപ്പമാണ്. സോ ആദ്യം നമ്മളൊരു 2 മീറ്ററിന്റെ വയർ എടുത്തു നോക്കിയാൽ, ഒരു ഉദാഹരണമാണ്. 2 മീറ്ററിന്റെ വയർ എടുത്തു, താഴെ ഒരു 4 മീറ്ററിന്റെ വയർ എടുത്തു. ഇതിൽ ഏത് വയറിനാണ് റെസിസ്റ്റൻസ് കൂടുതൽ? സെയിം മെറ്റീരിയൽ ആണ് എടുക്കുന്നത്. ഇത് കോപ്പർ ആണെങ്കിൽ ഇതും കോപ്പർ തന്നെ എടുക്കണം. അല്ലാതെ ഇത് കോപ്പർ എടുത്ത് നിക്രോം എടുക്കുന്ന കാര്യമല്ല പറയുന്നത്. 2 വയറും സെയിം മെറ്റീരിയൽ ആവുന്ന കേസാണ് പറയുന്നത്. ഇത് 2 മീറ്റർ ആണ്, ഇത് 4 മീറ്റർ ആണ്. ഇതിൽ ഏതിനാണ് റെസിസ്റ്റൻസ് കൂടുതൽ? 4 മീറ്റർ ഉള്ള വയറിനാണ് റെസിസ്റ്റൻസ് കൂടുതൽ. 4 മീറ്റർ ഉള്ള വയറിനാണ് റെസിസ്റ്റൻസ് കൂടുതൽ. കാരണം എന്താണ്, ലെങ്ത് കൂടുമ്പോ റെസിസ്റ്റൻസ് കൂടും. ലെങ്ത് കൂടുമ്പോ റെസിസ്റ്റൻസ് കൂടും. അപ്പൊ നമുക്ക് എന്ത് അസ്യൂം ചെയ്യാം, R is directly proportional to L. R is directly proportional to L. കാരണം എന്താണ്, ലെങ്ത് കൂടുമ്പോ റെസിസ്റ്റൻസ് കൂടും. സോ R is directly proportional to L എന്ന് നമുക്ക് പറയാം. അടുത്തൊരു അസംഷൻ, നമ്മളൊരു ഇതേപോലെ തന്നെ നമ്മളൊരു കണ്ടക്ടർ എടുക്കുകയാണ്. അതിന് ഇത്ര വണ്ണമുള്ള ഒരു കണ്ടക്ടർ എടുക്കുന്നത്. നെക്സ്റ്റ് കണ്ടീഷനിൽ കുറച്ചുകൂടി വണ്ണം കൂടിയ കണ്ടക്ടറാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. രണ്ടിന്റെയും ലെങ്ത് തുല്യമാണ്. ഈ പറയുന്ന ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, അതാണ് വണ്ണം എന്നാണ് പറയുക. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് വെച്ചാൽ ആ കണ്ടക്ടറിന്റെ വണ്ണം എന്ന് മലയാളത്തിൽ പറയും. സോ ഇവിടെ നമ്മൾ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കുറച്ച് കൂടുതൽ, ഇവിടെ കുറവുള്ളതാണ്. ഇതിൽ ഏതിനാണ് റെസിസ്റ്റൻസ് കൂടുതൽ? റെസിസ്റ്റൻസ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കുറവുള്ളതിനാണ് റെസിസ്റ്റൻസ് കൂടുതൽ. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കുറവുള്ളതിനാണ് റെസിസ്റ്റൻസ് കൂടുതൽ. ലെങ്ത് കൂടുതലുള്ളതിനാണ് റെസിസ്റ്റൻസ് കൂടുതൽ. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കുറവുള്ളതിനാണ് റെസിസ്റ്റൻസ് കൂടുതൽ. മാറിപ്പോരുത്. സോ റെസിസ്റ്റൻസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ലെങ്ത്തിന്റെ കേസിൽ റെസിസ്റ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത്. ഏരിയ ഓഫ് ക്രോസ് സെക്ഷന്റെ കേസിൽ റെസിസ്റ്റൻസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. എന്താണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ? ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടിയാൽ റെസിസ്റ്റൻസ് കുറയും. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കുറഞ്ഞാൽ റെസിസ്റ്റൻസ് കൂടും. മനസ്സിലാവും? നേരെ തിരിച്ചു വരും, ഉൾട്ടയായിട്ട് വരും. അതിനെയാണ് നമ്മൾ എന്ത് പറയാ, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറയാ. ഇവിടെ ആദ്യത്തെ കണ്ടീഷൻ എന്താണ്, ലെങ്ത് കൂടിയാൽ റെസിസ്റ്റൻസ് കൂടും, ലെങ്ത് കുറഞ്ഞാൽ റെസിസ്റ്റൻസ് കുറയും. ഇതാണ് ആദ്യത്തെ കണ്ടീഷൻ. സോ നമുക്ക് ഈ 2 കണ്ടീഷൻ കൂടി ഒന്ന് കമ്പൈൻ ചെയ്ത് എഴുതാം. സോ R proportional to L by A എന്ന് എഴുതാം. R proportional to L by A എന്ന് എഴുതാം. ഈ 2 ഇക്വേഷൻസ് കമ്പൈൻ ചെയ്ത് എഴുതി. ഇക്വേഷൻ 1, ഇത് ഇക്വേഷൻ 2, രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട് ഇക്വേഷൻ 3 എന്ന് നമുക്ക് എഴുതാം. R proportional to L by A. പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി നമ്മൾ ഒരു ടേം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് റെസിസ്റ്റിവിറ്റി. R equal to rho L by A. R equal to rho L by A. പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റോ എന്ന് പറയുന്ന ടേം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പൊ റോ എന്ന് പറഞ്ഞാൽ എന്താണ്? മോളത്തെ ഡയഗ്രാം വായിക്കുകയാണ്. റോ എന്ന് പറയുന്നതാണ് നമ്മുടെ റെസിസ്റ്റിവിറ്റി. റോ ഈസ് ദ റെസിസ്റ്റിവിറ്റി. റോ എന്ന് പറയുന്നതാണ് റെസിസ്റ്റിവിറ്റി. ഓക്കെ ഫൈൻ. Then നമുക്ക് റോനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം, അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് റോ കണ്ടുപിടിക്കാം. റോ ഈക്വൽ ടു RA by L. ഇങ്ങനെയല്ല വരിക. റോനെ മാത്രം അവിടെ നിർത്തി ബാക്കിയുള്ള ടേംസിനെ എല്ലാം റീഅറേഞ്ച് ചെയ്താൽ റോ ഈക്വൽ ടു RA by L എന്ന് കിട്ടും. ഇത് നമുക്ക് ഇക്വേഷൻ നമ്പർ 4 ആയിട്ട് എടുക്കാം. ഇത് ഇക്വേഷൻ നമ്പർ 4 ആയിട്ട് എടുക്കാം. സോ നമുക്ക് എങ്ങനെ റോനെ അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം?
Resistivity is the resistance of the conductor at unit area of cross section and unit length. ഏരിയ എന്ന് പറയുന്നത് 1 മീറ്റർ സ്ക്വയറും ലെങ്ത് എന്ന് പറയുന്നത് 1 മീറ്ററും ആയിരിക്കുന്ന സന്ദർഭത്തിലുള്ള റെസിസ്റ്റൻസ് ആണ് റെസിസ്റ്റിവിറ്റി. ഏരിയ എന്ന് പറയുന്നത് 1 മീറ്റർ സ്ക്വയറും ലെങ്ത് എന്ന് പറയുന്നത് 1 മീറ്ററും ആയിരിക്കുന്ന സന്ദർഭത്തിലുള്ള റെസിസ്റ്റൻസ് ആണ് റെസിസ്റ്റിവിറ്റി. ആ സന്ദർഭത്തിലുള്ള റെസിസ്റ്റൻസ് ആണ് റെസിസ്റ്റിവിറ്റി എന്ന് പറയാ. മനസ്സിലാവുന്നുണ്ടോ? അതായത് ആറിനും എല്ലിനും 1 കൊടുക്കുക. സോ റോ ഈക്വൽ ടു r into 1 divided by 1 equal to r എന്നല്ലേ വരിക. സോ റോ ഈസ് ദ റെസിസ്റ്റൻസ് അറ്റ് യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആൻഡ് യൂണിറ്റ് ലെങ്ത് എന്ന് നമുക്ക് ഡിനോട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ് പഠിക്കാൻ പോകുന്നത്. അതായത് റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് എന്താണ്. യൂണിറ്റ് മനപ്പാഠം പഠിക്കാം, അല്ലെങ്കിൽ കൂടുതലും ഞാൻ പ്രിഫർ ചെയ്യുന്നത് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് പഠിക്കാം. സോ യൂണിറ്റ് എളുപ്പത്തിൽ പഠിക്കാം. എങ്ങനെയാണ്? റോ ഈക്വൽ ടു റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ഓം ആണ്, ഏരിയയുടെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ ആണ്, ലെങ്ത്തിന്റെ യൂണിറ്റ് മീറ്റർ ആണ്. ശരിയല്ലേ? റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ഓം ആണ്, ഏരിയയുടെ മീറ്റർ സ്ക്വയർ ആണ്, ലെങ്ത്തിന്റെ മീറ്റർ ആണ്. മീറ്റർ സ്ക്വയറും മീറ്ററും കൂടി ക്യാൻസൽ ചെയ്യാം. സോ എന്ത് വരും? ഓം മീറ്റർ എന്ന് വരും. സോ റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് എന്താണ്? ഓം മീറ്റർ. റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് എന്താണ്? ഓം മീറ്റർ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രോബ്ലംസ് ചെയ്യുമ്പോഴും ഈ യൂണിറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. റെസിസ്റ്റൻസിന്റെ യൂണിറ്റും വളരെ ഇമ്പോർട്ടന്റ് ആണ്. എ എന്ന് പറയുന്നത് കറണ്ട് അല്ല, ആംപിയർ അല്ല, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ്. മാറിപ്പോരുത് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്, ഈ ചാപ്റ്ററിൽ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് പവർ ആണ്. പവർ എന്ന് പറഞ്ഞാൽ എന്താണ്? പവർ ഈസ് ദ റേറ്റ് ഓഫ് വർക്ക് ഡൺ. എത്രത്തോളം വർക്ക് ചെയ്തു, നമ്മളൊരു ജോലി ചെയ്തു എന്ന് പറയും. അത് എത്രത്തോളം, റേറ്റ് ഓഫ് വർക്ക് ഡണ്ണെയാണ് നമ്മൾ എന്ത് പറയാ? പവർ എന്ന് പറയാ. പവർ ഈസ് ദ റേറ്റ് ഓഫ് വർക്ക് ഡൺ. മുമ്പ് പറഞ്ഞു എന്താണ് റേറ്റ്. റേറ്റിന് നമ്മൾ എങ്ങനെ എക്സ്പ്രസ് ചെയ്യും? വിത്ത് റെസ്പെക്ട് ടു ടൈം നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയാ? റേറ്റ് എന്ന് പറയാ. സമയത്തിനനുസരിച്ച് മാറുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ? റേറ്റ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഡിനോമിനേറ്ററിൽ എന്ത് വരും? ടൈം വരും, എപ്പോഴും വരും. ന്യൂമറേറ്ററിൽ എന്ത് പറയും? റേറ്റ് ഓഫ് വർക്ക് ഡൺ, എത്രത്തോളം ജോലി ചെയ്തു. സോ വർക്ക്, പവർ ഈക്വൽ ടു വർക്ക് ബൈ ടൈം. വർക്ക് ബൈ ടൈം, അതാണ് പവർ. യൂണിറ്റ് ആണ് വാട്ട്. നമ്മൾ W എന്നാണ് ഡിനോട്ട് ചെയ്യുക. പവറിന്റെ യൂണിറ്റ് വാട്ട് ആണ്. നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് W ലാണ്. സോ ഒന്നുകൂടി പവർ ഡിഫൈൻ ചെയ്ത് തരാം. പവർ ഈസ് ദ റേറ്റ് ഓഫ് വർക്ക് ഡൺ. ഇക്വേഷൻ W/T ആണ്. അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് വാട്ട് ആണ്. ക്ലിയർ അല്ലേ? അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത്, ഈ ചാപ്റ്ററിൽ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് എ സെൽ. ഒരു സെല്ലിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് എന്താണ്? ഞാൻ വളരെ സർഫേസ് ലെവലിൽ ഒരു കാര്യം പറഞ്ഞുതരാം. ഡെപ്തിലോട്ടൊന്നും നിങ്ങൾക്ക് ഇത് പഠിക്കാനില്ല. സോ സർഫേസ് ലെവലിൽ തന്നെ പഠിച്ചാൽ മതി. ഒരു കണ്ടെയ്നർ എടുത്തു. സെൽ മീൻസ് അറിയാലോ, നമ്മൾ ജസ്റ്റ് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് സെൽ എന്ന് പറയാം. സെല്ലിന്റെ കളക്ഷനെയാണ് നമ്മൾ എന്ത് പറയാ? ബാറ്ററി എന്ന് പറയാം. സെല്ലിന്റെ കളക്ഷനെയാണ് നമ്മൾ എന്ത് പറയാ? ബാറ്ററി എന്ന് പറയാം. സിംപ്ലി അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ക്ലിയർ? സോ ഞാനൊരു കണ്ടെയ്നർ എടുത്തു. ഈ കണ്ടെയ്നറിൽ ഞാൻ ഇലക്ട്രോലൈറ്റ് എടുത്തു. ഈ കണ്ടെയ്നറിൽ ഇലക്ട്രോലൈറ്റ് എടുത്തു. അതായത് ഒരു മെറ്റലിന്റെ സാൾട്ട് ഇൻക്ലൂഡ് ആവുന്നതിനാണ് ഇലക്ട്രോലൈറ്റ് എന്ന് പറയാം. അറിയുന്നു വിചാരിക്കുന്നു. 2 ഇലക്ട്രോഡ്സ് എടുത്തു. സിംപ്ലി ബേസിക്കലി ഇത്ര ഐഡിയാസ് മതി. ഡെപ്തിലോട്ട് പോകേണ്ട ആവശ്യമില്ല. സോ നമ്മളൊരു കണ്ടെയ്നർ എടുത്തു. ഈ പറയുന്ന എല്ലാ ബാറ്ററിയും കെമിക്കൽസ് ആണ്, അല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷൻസ് ആണ് അതിനകത്ത് നടക്കുന്നത്. അറിയാലോ? സോ 2 ഇലക്ട്രോഡ്സ് എടുത്തു, ഒരു ഇലക്ട്രോലൈറ്റ് എടുത്തു. സോ എന്താണ് EMF എന്ന് പറഞ്ഞാൽ? ഈ പറയുന്ന ഇലക്ട്രോഡ്സിലൂടെ കറണ്ട് പാസ് ചെയ്യാതിരിക്കുമ്പോൾ ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് EMF എന്ന് പറയുക. EMF is the potential difference across the electrode when there is no current flowing through it. ഇതിലൂടെ കറണ്ട് പാസ് ചെയ്യാതിരിക്കുന്ന സമയത്തിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് പറയുക? EMF എന്ന് പറയുക. EMF is the potential difference across the electrode when there is no current passing through it. ഇതിനെയാണ് നമ്മൾ EMF എന്ന് പറയുക. അപ്പൊ EMF എന്താണെന്ന് മനസ്സിലായ? അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്റേണൽ റെസിസ്റ്റൻസ് ആണ്. ഇന്റേണൽ റെസിസ്റ്റൻസ് എന്താണ്? ഇന്റേണൽ റെസിസ്റ്റൻസ്, ഇന്റേണൽ എന്ന വാക്കിന് അർത്ഥം എന്താണ്? അതിനകത്തുള്ള, ഈ പറയുന്ന സെല്ലിനകത്തുള്ള ഇൻബിൽഡ് ആയിട്ടുള്ള റെസിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയാ? ഇന്റേണൽ റെസിസ്റ്റൻസ്. ഡെഫിനിഷൻ വൈസ് എങ്ങനെ പറയാം? ഇറ്റ് ഈസ് ദ റെസിസ്റ്റൻസ് inside the cell when electric current passing through it. ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്യുന്ന സമയത്തുള്ള റെസിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയാ? ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ന് പറയാ. കറണ്ട് പാസ് ചെയ്യാതിരിക്കുമ്പോഴുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് പറയാ? EMF എന്ന് പറയാ. രണ്ടും മാറിപ്പോരുത്, രണ്ടും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്ലിയർ അല്ലേ? ഇന്റേണൽ റെസിസ്റ്റൻസിനെ നമ്മൾ സ്മോൾ r എന്നാണ് ഡിനോട്ട് ചെയ്യുക. ഇന്റേണൽ റെസിസ്റ്റൻസിനെ സ്മോൾ r എന്നാണ് ഡിനോട്ട് ചെയ്യുക. നോർമൽ റെസിസ്റ്റൻസിനെ നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യുക? നോർമൽ റെസിസ്റ്റൻസിനെ ക്യാപിറ്റൽ R എന്നാണ് ഡിനോട്ട് ചെയ്യുക.
ഇന്റേണൽ റെസിസ്റ്റൻസിനെ സ്മോൾ ആർ എന്നും നോർമൽ റെസിസ്റ്റൻസിനെ ക്യാപിറ്റൽ ആർ എന്നാണ് ഡിനോട്ട് ചെയ്യുക. സോ ഈ രണ്ട് ടേംസ് ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് EMF, എന്താണ് ഇന്റേണൽ റെസിസ്റ്റൻസ്? ഇത് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കും എന്നല്ല പറയുന്നത്, ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഫർദർ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നത്. സോ അതുകൊണ്ടാണ് ഈ ടേംസ് ഇമ്പോർട്ടന്റ് ആണെന്ന് ഞാൻ പറയുന്നത്. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് റെസിസ്റ്റൻസിന്റെ അറേഞ്ച്മെന്റ് ആണ്. റെസിസ്റ്റൻസ് നമുക്ക് എങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്യാം, റെസിസ്റ്റൻസ് നമുക്ക് എങ്ങനെയെല്ലാം അറേഞ്ച് ചെയ്യാം എന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. സോ നമുക്കറിയാം റെസിസ്റ്റൻസ് മെയിൻലി രണ്ട് രീതിയിൽ അറേഞ്ച് ചെയ്യാം. സോ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് സീരീസ് അറേഞ്ച്മെന്റ് ഓഫ് റെസിസ്റ്റൻസ് ആണ്. റെസിസ്റ്റൻസ് സീരീസ് ആയിട്ട് അറേഞ്ച് ചെയ്യാം. എങ്ങനെയാണ് സീരീസ് ആയിട്ട് അറേഞ്ച് ചെയ്യാം? വളരെ സിമ്പിൾ ആണ്. ഒരേ ലൈനിൽ നമ്മൾ ഇങ്ങനെ റെസിസ്റ്റൻസ് അറേഞ്ച് ചെയ്യുന്നതിനെ നമ്മൾ എന്താ പറയാ? സീരീസ് അറേഞ്ച്മെന്റ് ഓഫ് റെസിസ്റ്റേഴ്സ് എന്ന് പറയാ. ഒരേ ലൈനിൽ റെസിസ്റ്റേഴ്സ് അറേഞ്ച് ചെയ്യുന്നതിനെ നമ്മൾ എന്താ പറയാ? സീരീസ് അറേഞ്ച്മെന്റ് ഓഫ് റെസിസ്റ്റേഴ്സ് എന്ന് പറയാ. അപ്പൊ ഇതിന് R1 ആയിട്ട് എടുക്കാം, ഇതിന് R2 ആയിട്ട് എടുക്കാം, ഇതിന് R3 ആയിട്ട് എടുക്കാം. വെറുതെ റെസിസ്റ്റേഴ്സ് അറേഞ്ച് ചെയ്താൽ പോരാ, അത് നമ്മൾ ഇതിലോട്ട് കൊടുക്കണം, ഒരു ബാറ്ററിയിലോട്ടോ ഒരു സെല്ലിലോട്ടോ കണക്ട് ചെയ്യണം കേട്ടോ. അല്ലാതെ ചുമ്മാ റെസിസ്റ്റൻസ് മാത്രം പരീക്ഷയിൽ വരച്ചു വെച്ചാൽ പോരാ, ഒരു ബാറ്ററിയോ ഒരു സെല്ല് കൂടി വരച്ചു വെക്കണം. സോ 3 റെസിസ്റ്റേഴ്സ് സീരീസ് ആയിട്ട്, അതായത് ഒരേ ലൈനിൽ ആക്സിയൽ ലൈനിൽ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നു. ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ? സീരീസ് അറേഞ്ച്മെന്റ് എന്ന് പറയാ. ഒരു കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾക്ക് അറിയണം, സീരീസ് കണക്ഷനിൽ സീരീസ് ആയിട്ട് അറേഞ്ച് ചെയ്യുമ്പോൾ കറണ്ട് തന്നെ എഴുതാം, കറണ്ട് ആയിരിക്കും സെയിം എന്ന് പറയുന്നത്. സീരീസ് അറേഞ്ച്മെന്റിൽ ഏത് പാരാമീറ്റർ ആണ് സെയിം? കറണ്ട് ആണ് സെയിം. ഇവിടെ ഡിഫറെന്റ് ആയിട്ടുള്ളത് ഏതാണ്? വോൾട്ടേജ് ആണ് ഡിഫറെന്റ് എന്ന് പറയുന്നത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ സീരീസ് അറേഞ്ച്മെന്റിൽ കറണ്ട് ആണ് സെയിം, വോൾട്ടേജ് ആണ് ഡിഫറെന്റ്. സീരീസ് അറേഞ്ച്മെന്റിൽ കറണ്ട് ആണ് സെയിം, വോൾട്ടേജ് ആണ് ഡിഫറെന്റ്. ക്ലിയർ? സോ നമുക്ക് എപ്പോഴും നമ്മൾ ഡെറിവേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഏതിനാ തുടങ്ങുക? ഡിഫറെന്റ് ആയിട്ടുള്ള പാരാമീറ്ററിൽ നിന്നാണ് ഡെറിവേഷൻ സ്റ്റാർട്ട് ചെയ്യുക. സെയിം ആയിട്ടുള്ള പാരാമീറ്റർ എന്നല്ല, ഡിഫറെന്റ് ആയിട്ട് ഏതാണോ പാരാമീറ്റർ ഉള്ളത് അതിൽ നിന്നാണ് നമ്മൾ ഡെറിവേഷൻ സ്റ്റാർട്ട് ചെയ്യുക. സോ ഇവിടെ ഡിഫറെന്റ് ആയിട്ടുള്ള പാരാമീറ്റർ ഏതാണ്? വോൾട്ടേജ് ആണ്. സോ നമുക്ക് വോൾട്ടേജ് എന്ന് സ്റ്റാർട്ട് ചെയ്യാം. സോ V = V1 + V2 + V3. അതായത് ഓവറോൾ വോൾട്ടേജ് അക്രോസ് ദ സർക്യൂട്ട് ഈസ് ദ സം ഓഫ് ദ വോൾട്ടേജ് ഓഫ് റെസിസ്റ്റൻസ് 1, റെസിസ്റ്റൻസ് 2, റെസിസ്റ്റൻസ് 3. V1 എന്ന് പറഞ്ഞാൽ R1ലുള്ള വോൾട്ടേജ് ആണ്, V2 എന്ന് പറഞ്ഞാൽ R2ലുള്ള വോൾട്ടേജ് ആണ്, V3 എന്ന് പറഞ്ഞാൽ R3ലുള്ള വോൾട്ടേജ് ആണ്. സോ ഓവറോൾ വോൾട്ടേജ് = V1 + V2 + V3 എന്ന് എഴുതാം. ക്ലിയർ അല്ലേ? അക്കോർഡിംഗ് ടു ഓംസ് ലോ അനുസരിച്ച് V = എന്താണ്? IR അല്ലേ? നമ്മൾ പഠിച്ചില്ലേ? V = IR ആണെന്ന് നമ്മൾ പഠിച്ചു. ഓംസ് ലോ കുറച്ച് മുമ്പാണ് ഞാൻ പറഞ്ഞു തന്നത്. സോ V = IR. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ? V ക്ക് നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? IR എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. V1 നെ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? IR1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. V2 നെ IR2, IR3, V3. ക്ലിയർ? ഇവിടെ എന്തുകൊണ്ടാണ് R ന് മാത്രം ഞാൻ 1, 2, 3 ഇട്ടത്? എന്തുകൊണ്ട് Iക്ക് 1, 2, 3 ഇടുന്നില്ല? ചിലർക്ക് ഡൗട്ട് ഉണ്ടാവാം. പക്ഷെ എന്താണ്? കറണ്ട് സെയിം ആണ്. I1, I2, I3 ഇടേണ്ട ആവശ്യമില്ല, I എന്ന് തന്നെ ഇട്ടാൽ മതി. കാരണം സീരീസ് കണക്ഷനിൽ കറണ്ട് സെയിം ആണ്. സോ ഞാൻ അതുകൊണ്ടാണ് I എന്ന് തന്നെ ഇട്ടിരിക്കുന്നത്. ദെൻ നമുക്ക് എന്ത് എടുക്കാം? കോമൺ ആയിട്ട് I പുറത്തെടുക്കാം. സോ IR = I കോമൺ ആയിട്ട് വെളിയിൽ എടുത്തിട്ട് വരും R1 + R2 + R3 എന്ന് വരും. I കോമൺ ആയിട്ട് പുറത്തെടുത്തിട്ട് വരും R1 + R2 + R3 എന്ന് വരും. സോ Iയും Iയും നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്ത് കളയാം. Iയും ക്യാൻസൽ ചെയ്ത് കളയാം. Therefore R = R1 + R2 + R3 എന്ന് വരും. R = R1 + R2 + R3 എന്ന് വരും. ഒരു സീരീസ് കണക്ഷനുള്ള ഓവറോൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് R = R1 + R2 + R3 എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എപ്പോഴാണ് സീരീസ് കണക്ഷൻ നമ്മൾ ഉപയോഗിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ കല്യാണ വീടുകളിലോ വലിയ മാളുകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ലൈറ്റ് കുഞ്ഞു ലൈറ്റുകൾ ഇങ്ങനെ തൂക്കിയിട്ടുണ്ടാവും അല്ലേ? സോ അവിടെ എന്താണെന്ന് വെച്ചാൽ ഓരോ ലൈറ്റുകളും ഇന്റർ കണക്റ്റഡ് ആണ്. അവിടെ ഒന്നും സെപ്പറേറ്റ് സ്വിച്ച് വെച്ച് നമുക്ക് ഓരോ ലൈറ്റും കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിലാണ് നമ്മൾ സീരീസ് കണക്ഷൻ ഉപയോഗിക്കുക. അതിലൊരു ഡിഫക്റ്റ് എന്തെന്ന് വെച്ചാൽ നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റില്ല? ഓരോന്നും ഇൻഡിവിജ്വലി കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതുപോലെ തന്നെ ഞാൻ ലൈറ്റിന്റെ കാര്യമോ പറയുന്നത്, ഇവിടെ റെസിസ്റ്റൻസിന്റെ കാര്യമോ പറയുന്നത്. പക്ഷേ റെസിസ്റ്റൻസിന്റെ കേസിലും ഇൻഡിവിജ്വൽ ആയിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതുപോലെ തന്നെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും, അല്ലെങ്കിൽ ഓവറോൾ റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും. ഏതിന്റെ കേസിൽ? സീരീസ് കണക്ഷന്റെ കേസിൽ ഓവറോൾ റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇൻഡിവിജ്വലി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല,
ഓവറോൾ റെസിസ്റ്റൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ ഒരു ലൈറ്റ് കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ ഹോൾ സർക്യൂട്ട് അവിടെ എന്താവും, ബ്രേക്ക് ആവും. ഇപ്പൊ 10 ലൈറ്റ് അല്ലെങ്കിൽ 10 ബൾബ് ഒരുമിച്ച് കണക്ട് ചെയ്തിരിക്കുകയാണ്, നടുവിലുള്ള ഒരു ലൈറ്റ് പ്രോബ്ലം ആയി അത് കത്തുന്നില്ലെങ്കിലും ബാക്കിയുള്ള അതിനുശേഷമുള്ള ഒരു ലൈറ്റും എന്ത് ചെയ്യില്ല, കത്തില്ല. ഇതാണ് ഈ പറയുന്ന സീരീസ് കണക്ഷന്റെ പ്രോബ്ലം. ക്ലിയർ അല്ലേ? സോ ഇതാണ് സീരീസ് കണക്ഷൻ, ഇതാണ് ഓവറോൾ റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ. വളരെ ഇമ്പോർട്ടന്റ് ആണ്, പ്രോബ്ലംസും ചോദിക്കാറുണ്ട്, ഇത് ബേസ് ചെയ്തിട്ട് ഡെറിവേഷനും ചോദിക്കാറുണ്ട്. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് പാരലൽ കണക്ഷൻ ആണ്. അപ്പൊ നമ്മൾ സീരീസ് കണക്ഷൻ നോക്കി, അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് പാരലൽ കണക്ഷൻ. പാരലൽ കണക്ഷനിൽ എങ്ങനെയാണ് നമ്മുടെ സർക്യൂട്ട് എന്ന് നമുക്ക് നോക്കാം. വളരെ സിമ്പിൾ ആണ്, ഇത് അറിഞ്ഞു വെച്ചാൽ അത് എളുപ്പത്തിൽ നമുക്ക് നോക്കാൻ വേണ്ടി പറ്റും. പാരലൽ കണക്ഷൻ, പാരലൽ എന്ന് പറഞ്ഞാൽ ഒന്നിന് താഴെ ഒന്നായിട്ട് കണക്ട് ചെയ്യുന്നതിന് നമ്മൾ എന്ത് പറയാ, പാരലൽ എന്ന് പറയാ. ഒരു റെസിസ്റ്റൻസിന് താഴെ മറ്റൊരു റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുന്നതിനെ പാരലൽ എന്ന് പറയാം. സോ ഞാൻ ഇവിടെ 3 റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ട്, R1, R2, R3. 3 റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ട്, R1, R2, R3. 3ഉം പാരലൽ ആണ്, ഒന്നിന് താഴെ ഒന്നായിട്ട് അറേഞ്ച് ചെയ്യുന്നതിനെ നമ്മൾ എന്ത് പറയാ, പാരലൽ എന്ന് പറയാം. ഇവിടെ ഞാനൊരു ബാറ്ററി കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ പാരലൽ കണക്ഷനിൽ എന്താണ് സെയിം? സീരീസ് കണക്ഷനിൽ എന്തായിരുന്നു സെയിം? കറണ്ട് ആയിരുന്നു സെയിം. പാരലൽ കണക്ഷനകത്ത് വോൾട്ടേജ് ആണ് സെയിം. പാരലൽ കണക്ഷനകത്ത് വോൾട്ടേജ് ആണ് സെയിം. ഇവിടെ എന്തായിരിക്കും ഡിഫറെന്റ് ആയിട്ടുണ്ടാവുക? പാരലൽ കണക്ഷനകത്ത് കറണ്ട് ആണ് ഡിഫറെന്റ്. പാരലൽ കണക്ഷനകത്ത് കറണ്ട് ആണ് ഡിഫറെന്റ്. പാരലൽ കണക്ഷന് സെയിം എന്താണ്? വോൾട്ടേജ് ആണ്. ഡിഫറെന്റ് എന്താണ്? കറണ്ട് ആണ്. നമ്മൾ എവിടെ നിന്നാണ് ഡെറിവേഷൻ തുടങ്ങുക? ഡിഫറെന്റ് ആയ പാരാമീറ്റർ എന്നാണ് ഡെറിവേഷൻ ആരംഭിക്കുക. സോ ഡിഫറെന്റ് ഏതാണ്? കറണ്ട് ആണ്. സോ I ഈക്വൽ ടു I1 പ്ലസ് I2 പ്ലസ് I3. അതായത് ഡിഫറെന്റ് ആയ പാരാമീറ്റേഴ്സ് എന്നാണ് നമ്മൾ ഡെറിവേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഇവിടെ ഡിഫറെന്റ് കറണ്ട് ആണ്. സോ ഓവറോൾ കറണ്ട് ഈസ് ദ സം ഓഫ് ദ കറണ്ട് പാസിംഗ് ത്രൂ ദ ഇൻഡിവിജ്വൽ റെസിസ്റ്റേഴ്സ്. ഓരോരോ റെസിസ്റ്റേഴ്സിലൂടെ പാസ് ചെയ്യുന്ന കറണ്ടിന്റെ സം ആയിരിക്കും ഓവറോൾ കറണ്ട് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഓംസ് ലോ അനുസരിച്ച് I ഈക്വൽ ടു എന്താണ്? V by R അല്ലേ? അക്കോർഡിംഗ് ടു ഓംസ് ലോ I ഈക്വൽ ടു V by R ആണ്. Iക്ക് നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? V by R എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ V by R ഈക്വൽ ടു V by R1 പ്ലസ് V by R2 പ്ലസ് V by R3. V by R ഈക്വൽ ടു V by R1 പ്ലസ് V by R2 പ്ലസ് V by R3. ഇവിടെ നിങ്ങൾക്ക് അറിയേണ്ട ഒരു കാര്യം, ഇവിടെ വോൾട്ടേജ് സെയിം ആണ്. അതുകൊണ്ടാണ് ഞാൻ എല്ലാത്തിലും V എന്ന് തന്നെ ഡിനോട്ട് ചെയ്തത്. സോ വോൾട്ടേജ് നമുക്ക് എന്ത് ചെയ്യാം? പുറത്തെടുക്കാൻ വേണ്ടി പറ്റും. വോൾട്ടേജ് കോമൺ ആയി പുറത്തെടുത്തു. സോ 1 by R1 പ്ലസ് 1 by R2 പ്ലസ് 1 by R3 എന്ന് എഴുതാം. 1 by R1 പ്ലസ് 1 by R2 പ്ലസ് 1 by R3 എന്ന് എഴുതാം. ബിയും ക്യാൻസൽ ചെയ്യാലോ. സോ 1 by R ഈക്വൽ ടു 1 by R1 പ്ലസ് 1 by R2 പ്ലസ് 1 by R3 എന്ന് എഴുതാം. വളരെ സിമ്പിൾ ആണ് ഡെറിവേഷൻ. ജസ്റ്റ് ഈ കൺസെപ്റ്റ് മാത്രം മനസ്സിലാക്കിയാൽ മതി. അതുപോലെ തന്നെ പാരലൽ ഏതാണ് സെയിം, സീരീസിൽ ഏതാണ് സെയിം, പാരലൽ ഏതാണ് ഡിഫറെന്റ്, സീരീസിൽ ഏതാണ് ഡിഫറെന്റ്. അതുപോലെ തന്നെ നമ്മുടെ ഓംസ് ലോ കൂടി അറിഞ്ഞാൽ ഈ 2 ഡെറിവേഷൻസും വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ പറയുന്ന പാരലൽ കണക്ഷനിൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. സീരീസിനെ കമ്പയർ ചെയ്യുമ്പോൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഓവറോൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. ഏതിനെ കമ്പയർ ചെയ്യുമ്പോൾ? സീരീസിനെ കമ്പയർ ചെയ്യുമ്പോൾ. പാരലൽ കണക്ഷൻ നമ്മൾ എവിടെ ഉപയോഗിക്കുക? നമ്മുടെ വീടുകളിലെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത് പാരലൽ കണക്ഷനിലാണ്. പാരലൽ കണക്ഷന്റെ പ്രത്യേകത എന്താണ്? ഓരോരോ ഇപ്പൊ റെസിസ്റ്റേഴ്സ് ആണെങ്കിൽ ഓരോരോ റെസിസ്റ്റേഴ്സും നമുക്ക് ഇൻഡിവിജ്വലി കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓരോരോ റെസിസ്റ്റേഴ്സും ഇൻഡിവിജ്വലി കൺട്രോൾ ചെയ്യാൻ പറ്റും. അതാണ് പാരലലിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പാരലലിന്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? സോ ഈ 2 ഡെറിവേഷൻസും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, നമുക്ക് അടുത്ത് നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങളുടെ ഫോക്കസ് പോയിന്റിൽ മെൻഷൻ ചെയ്ത ക്വസ്റ്റ്യൻ ആണ് കിർച്ചോഫ് ലോ. 2 ലോസ് ഉണ്ട്, 2ന്റെയും ഡയഗ്രാം ഞാൻ ഒരുമിച്ചാണ് പറഞ്ഞു തരുന്നത്. സോ അതുകൊണ്ടാണ് 3 താഴെ ഒന്നായിട്ട് ഡയഗ്രാം വരച്ചിരിക്കുന്നത്. സോ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. എന്താണ് കിർച്ചോഫിന്റെ ഫസ്റ്റ് ലോ പറയുന്നത്? വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരാം. അതായത് ഒരു ജംഗ്ഷൻ ആണ് ഇവിടെ ഞാൻ ഈ നടുവിൽ ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. ഒരു ജംഗ്ഷൻ ആണ്. നമ്മുടെ സിഗ്നൽ ഒക്കെ വെക്കുന്നില്ലേ, ട്രാഫിക് സിഗ്നൽ. സോ സിഗ്നൽ പോലെ ഒരു ജംഗ്ഷൻ പോലെ കൺസിഡർ ചെയ്യാം. സോ ആ ജംഗ്ഷനിലോട്ട് വരുന്ന കറണ്ട് ആണ് I1ഉം I2ഉം. ജംഗ്ഷനിലോട്ട് വരുന്ന കറണ്ട് ആണ് I1ഉം I2ഉം. ജംഗ്ഷനിൽ നിന്ന് പോകുന്ന കറണ്ട് ആണ് ഏതൊക്കെ? I3ഉം I4ഉം I5ഉം. ജംഗ്ഷനിലോട്ട് വരുന്ന കറണ്ട് ആണ് I1ഉം I2ഉം. ജംഗ്ഷനിൽ നിന്ന് പോകുന്ന കറണ്ട് ആണ് I3, I4, I5 എന്ന് പറയുന്നത്. സോ എന്താണ് ലോ സ്റ്റേറ്റ് ചെയ്യുന്നത് വെച്ചാൽ the sum of the current entering to the junction will be equal to the sum of the current leaving from the junction. എത്രത്തോളം കറണ്ട് ജംഗ്ഷനിലോട്ട് വരുന്നോ അത്രത്തോളം കറണ്ട് തന്നെ ജംഗ്ഷനിൽ നിന്ന് പോകും. അതായത് ജംഗ്ഷനിൽ കറണ്ട് ഒന്നും ഉണ്ടാവില്ല. നമ്മുടെ ട്രാഫിക് സിഗ്നലിലോട്ട് അല്ലെങ്കിൽ നമ്മുടെ
ജംഗ്ഷനിലോട്ട് വരുന്നത്. എത്രത്തോളം വണ്ടികൾ വരുന്നു അത്രത്തോളം വണ്ടികൾ പോവില്ലേ? ജംഗ്ഷനിൽ ഏതെങ്കിലും വണ്ടികൾ സ്ഥിരമായിട്ട് നിൽക്കുമോ? ഇല്ല. സെയിം വേ എത്രത്തോളം കറണ്ട് ജംഗ്ഷനിലോട്ട് വരുന്നു അത്രത്തോളം തന്നെ കറണ്ട് ജംഗ്ഷനിൽ നിന്ന് പോകുന്നുണ്ട്. അതാണ് ഫസ്റ്റ് ലോ പറയുന്നത്. വളരെ സിമ്പിൾ ആണ്. സോ നമുക്ക് ഇക്വേഷൻ വൈസ് എഴുതാം. I1 plus I2 will be equal to I3 plus I4 plus I5. അതായത് ഇൻകമിങ് അല്ലെങ്കിൽ ആ ജംഗ്ഷനിലോട്ട് വരുന്ന കറണ്ട് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? I1 ഉം I2 ആണ്. സോ I1 plus I2 will be equal to I3 plus I4 plus I5. വരുന്നതിന് ഞാൻ ഇങ്ങനെയാണ് സിമ്പിൾ ഇട്ടിരിക്കുന്നത്, പുറത്ത് പോകുന്നതിന് ഔട്ട്വേർഡ് സിമ്പിൾ ആണ് ഇട്ടിരിക്കുന്നത്. ക്ലിയർ അല്ലേ? സോ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഇക്വേഷൻ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇത് നമുക്ക് വേറെ രീതിയിലും എഴുതാം. ഇത് ഇങ്ങോട്ട് വന്നിട്ട് മൈനസ് ഈക്വൽ ടു 0 എന്ന് വേണമെങ്കിൽ ഇടാം. ക്ലിയർ? സോ അങ്ങനെ വേണമെങ്കിൽ എഴുതി കാണിച്ചു തരാം. ദാറ്റ് മീൻസ് I1 plus I2 minus I3 minus I4 minus I5 equal to 0. ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് ഈ ലോനെ ഇക്വേഷൻ വൈസ് എഴുതാം. പക്ഷെ നിങ്ങൾക്ക് കുറച്ചുകൂടി കംഫർട്ടബിൾ എന്ന് പറയുന്നത് ഫസ്റ്റ് ആണ്. അതായത് ഇൻകമിംഗ് വിൽ ബി ഈക്വൽ ടു ഔട്ട് ഗോയിങ്. സിംപ്ലി അങ്ങനെ പഠിച്ചാൽ മതി. ക്ലിയർ? നെക്സ്റ്റ് വൺ, സെക്കൻഡ് ലോ, കിർച്ചോഫിന്റെ രണ്ടാമത്തെ ലോ. കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആണ്, പക്ഷെ കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് ആണ്. ഓക്കെ, അപ്പൊ ആ ഇമ്പോർട്ടന്റ് ലോ എന്താണെന്ന് നോക്കാം. നമ്മൾ ഒരു സർക്യൂട്ട് കൺസിഡർ ചെയ്യാണ്. സർക്യൂട്ടിനകത്ത് ഒരു സെല്ലുണ്ട്. ആ സെല്ലിന്റെ EMF എന്ന് പറയുന്നത് E ആണ്. EMF എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ E ആണ്. ആ സെല്ലിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ R ആണ്. ആ സെല്ലിന്റെ EMF എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ E ആണ്. ആ സെല്ലിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ E ആണ്. അതിൽ നിന്ന് വരുന്ന കറണ്ട് അല്ലെങ്കിൽ അവിടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് I ആണ്. കറണ്ട് എന്ന് പറയുന്നത് I ആണ്. പിന്നെ 3 റെസിസ്റ്റൻസ് കണക്ട് ചെയ്തിട്ടുണ്ട്. R1, R2, R3. 3 റെസിസ്റ്റൻസ് കണക്ട് ചെയ്തിട്ടുണ്ട്. സോ R1ലൂടെ പോകുന്ന കറണ്ട് I1 ആണ്. R2ലൂടെയും R3ലൂടെയും പോകുന്ന കറണ്ട് I2 ആണ്. ക്ലിയർ അല്ലേ? സോ ഇതിനെ ഞാൻ ഹോൾ ആയിട്ട് നെയിം ചെയ്യുന്നു. ABCD എന്ന രീതിയിൽ ഞാൻ ഹോൾ സർക്യൂട്ടിനെ നെയിം ചെയ്തിരിക്കുന്നു. ക്ലിയർ അല്ലേ? ദെൻ നമുക്ക് എന്താണ് ലോ പറയുന്നത് ആദ്യം ഞാൻ ഡിഫൈൻ ചെയ്ത് തരാം. ദാറ്റ് മീൻസ് ദ സം അല്ലെങ്കിൽ ദ അൽജിബ്രൈക് സം ഓഫ് പ്രോഡക്റ്റ് ഓഫ് current and resistance in a closed circuit will be equal to its EMF. അതായത് ഒരു ക്ലോസ്ഡ് സർക്യൂട്ടിലുള്ള കറണ്ടിന്റെയും EMFന്റെയും ഗുണനത്തിന്റെ സമ്മ്, കറണ്ടിന്റെയും റെസിസ്റ്റൻസിന്റെയും ഗുണനത്തിന്റെ സമ്മ് എന്തിന് ഈക്വൽ ആയിരിക്കും? ആ സർക്യൂട്ടിന്റെ EMFന് ഈക്വൽ ആയിരിക്കും. കറണ്ടിന്റെയും റെസിസ്റ്റൻസിന്റെയും ഗുണനത്തിന്റെ സമ്മ് എന്തിന് ഈക്വൽ ആയിരിക്കും? EMFന് ഈക്വൽ ആയിരിക്കും. സോ നമുക്ക് ചെയ്ത് നോക്കാം. ദാറ്റ് മീൻസ് ഇപ്പൊ നമുക്ക് ആദ്യം നമ്മൾ ഏത് കൺസിഡർ ചെയ്യാം? ABCDA കൺസിഡർ ചെയ്യാം. ABCDA ഈ ഒരു ക്ലോസ്ഡ് സർക്യൂട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. സോ ആദ്യം നമുക്ക് എന്തിന്റെ എടുക്കാം? ഫസ്റ്റ് ഏതാണ് അതിൽ കൂടെ പാസ് ചെയ്യുന്നത്? R2. ആദ്യത്തെ നമുക്ക് ഇവിടെ മുതൽ തുടങ്ങാം. സോ അവിടെയുള്ള കറണ്ട് ഏതാണ്? I2R2 അല്ലെ? കറണ്ടിന്റെയും റെസിസ്റ്റൻസിന്റെയും സമ്മ്. സോ I2R2 പ്ലസ് അടുത്ത ഏതാണ് റെസിസ്റ്റൻസ്? R3. അപ്പൊ എന്ത് വരും? R3ലൂടെ പോകുന്ന കറണ്ട് ഏത് തന്നെയാണ്? I2 തന്നെയാണ്. സോ I2R2 പ്ലസ് I2R3 പ്ലസ് ഇവിടെ ഈ സെല്ലിനും എന്തുണ്ട്? ഇന്റേണൽ റെസിസ്റ്റൻസ് ഉണ്ട്. എന്താണ് ഇന്റേണൽ റെസിസ്റ്റൻസ്? സ്മോൾ r ആണ്. സെല്ലിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് എത്രയാണ്? I ആണ്. സെല്ലിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് I ആണ്. സോ IR will be equal to EMF. വളരെ സിമ്പിൾ ആണ്. അതായത് ദ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗുണനം. സോ കറണ്ടിന്റെയും റെസിസ്റ്റൻസിന്റെയും ഗുണനത്തിന്റെ സം എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? EMFന് ഈക്വൽ ആണ്. കറണ്ടിന്റെയും റെസിസ്റ്റൻസിന്റെയും സം എന്ന് പറയുന്നത് EMFന് ഈക്വൽ ആണ്. സോ EMFനെ E എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഈ സ്മോൾ r എന്ന് പറയുന്നത് ഈ സെല്ലിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് ആണ്. ക്ലിയർ അല്ലേ? ദെൻ നമുക്ക് ഇതിൽ വേറൊരു ലൂപ്പ് കൂടി കൺസിഡർ ചെയ്യാം. സോ ഈ ലൂപ്പ് ഞാൻ മായ്ക്കുകയാണ്. വേറെ ലൂപ്പ് കൺസിഡർ ചെയ്യാം. അതായത് ഇപ്പൊ നമുക്ക് ഈ ലൂപ്പ് ഇവിടെ ഞാൻ വേറെ ലെറ്റർ എടുക്കുകയാണ്. ഇതിന് X എന്ന് കൊടുക്കാണ്ട, ഈ പോയിന്റിന് X എന്ന് കൊടുത്തു വയ്ക്കുക. അപ്പൊ XBC ഇവിടെ എടുക്കാം അല്ലെ? YX XBCYX ഈ ഒരു ലൂപ്പ് കൺസിഡർ ചെയ്യുന്നു. മുകളിലത്തെ ബോക്സ് ഞാൻ കൺസിഡർ ചെയ്യാണ്. XBCYX എന്ന് പറയുന്ന ലൂപ്പ് ഞാൻ കൺസിഡർ ചെയ്യാണ്. സോ അവിടെ നമുക്ക് ഇതുപോലെ എഴുതാലോ? എഴുതാം. അതായത് R2ലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് ഏതാണ്? I2 ആണ്. സോ I2R2 പ്ലസ് I2R3 പ്ലസ് I2R3. കാരണം R2ലൂടെയും R3ലൂടെയും പാസ് ചെയ്യുന്ന കറണ്ട് ഏതാണ്? I2 തന്നെയാണ്. Therefore I2R2 പ്ലസ് I2R3 മൈനസ്
എന്തുകൊണ്ടാണ് ഇവിടെ മൈനസ് വന്നത്? വൃത്തിയായി മനസ്സിലാക്കുക. I2 എന്ന് പറയുന്ന കറണ്ട് എങ്ങനെയാ പാസ് ചെയ്യുന്നത്? മേലോട്ടാണ്. I1 എന്ന് പറയുന്ന കറണ്ട് അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പാസ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇത് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വരുന്നു, ഇത് ഇങ്ങനെ പോകുന്നു, രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പാസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇടയിൽ എന്ത് ഇട്ടിരിക്കുന്നത്? നമ്മള് മൈനസ് ഇട്ടിരിക്കുന്നത്. മൈനസ് I1R1 മൈനസ് I1R1 ഈക്വൽ ടു എന്താണ്? EMF ആണ്. പക്ഷെ ആദ്യത്തെ ഞാൻ ഇപ്പൊ എടുത്ത ലൂപ്പിനകത്ത് എന്തുണ്ടോ? EMF ഉണ്ടോ? അതായത് സെല്ല് വല്ലതും ഉണ്ടോ? ഇല്ല. അവിടെ ഒരു ബാറ്ററിയോ ഒരു സെല്ലോ ഒന്നുമില്ല. സോ ഈക്വൽ ടു 0 എന്ന് എഴുതാം. ഈക്വൽ ടു 0 എന്ന് എഴുതാം. സോ I2R2 പ്ലസ് I2R3 മൈനസ് I1R1 ഈക്വൽ ടു 0. മൈനസ് സൈൻ ഇൻഡിക്കേറ്റ്സ് ദാറ്റ് the current is in opposite direction. Minus sign indicate that the current is in opposite direction. So I2R2 plus I2R3 minus I1R1 equal to 0. ഇതാണ് കിർച്ചോഫിന്റെ സെക്കൻഡ് ലോ പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫസ്റ്റ് ലോയും സെക്കൻഡ് ലോയും. നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് വീസ്റ്റൺ ബ്രിഡ്ജ് ആണ്. വീസ്റ്റൺ ബ്രിഡ്ജിൽ ഈ സെക്കൻഡ് ലോന്റെ ഒരു അപ്ലിക്കേഷൻ ഉണ്ട് അതിനകത്ത്. സോ സെക്കൻഡ് ലോ വൃത്തിയായിട്ട് മനസ്സിലായാൽ മാത്രമേ വീസ്റ്റൺ ബ്രിഡ്ജ് പഠിച്ചിട്ട് കാര്യമുള്ളൂ. ഓക്കെ, നമുക്ക് നമ്മുടെ നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ഈ ചാപ്റ്ററിലെ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ദാറ്റ് മീൻസ് വീസ്റ്റൺ ബ്രിഡ്ജ് എന്നാണ് അതിന്റെ പേര്. ക്ലിയർ? ഈ ഒരു ഡയഗ്രാം കണ്ടിട്ട് പേടിക്കൊന്നും വേണ്ട. വളരെ സിമ്പിൾ ആണ്. കൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ മാത്രം മതി. 4 റെസിസ്റ്റേഴ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? ഈ പറയുന്ന PQRS 4 റെസിസ്റ്റേഴ്സ് എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? ഈ ഒരു ഷേപ്പിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു സെല്ലുണ്ട്. സെല്ലില് അതിന്റെ EMF E ആണ്. ഓക്കെ, നമുക്കത് ആവശ്യമില്ല, എന്നാലും ഇത് അറിഞ്ഞു വെക്കുക. ഒരു സെല്ലുണ്ട്. ഇതൊരു കീ ആണ്. അതായത് നമുക്ക് കറണ്ട്, സർക്യൂട്ടിന്റെ കറണ്ട് റെഗുലേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ സ്വിച്ച് ഓൺ ആക്കാൻ ഓഫ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു കീ ആണ് ഈ K എന്ന് പറയുന്നത്. ക്ലിയർ? സോ ഈ പറയുന്ന സെല്ലിൽ നിന്ന് വരുന്ന കറണ്ട് ആണ് I എന്ന് പറയുന്നത്. A എന്ന പോയിന്റിൽ എത്തുമ്പോൾ I എന്ന് പറയുന്ന കറണ്ട് രണ്ടായിട്ട് സ്പ്ലിറ്റ് ആവുന്നു. ഏതൊക്കെയാണ്? I1ഉം I2ഉം. A എന്ന് പറയുന്ന പോയിന്റിൽ എത്തുമ്പോൾ I എന്ന് പറയുന്ന കറണ്ട് രണ്ടായിട്ട് സ്പ്ലിറ്റ് ആവുന്നുണ്ട്. I1ഉം I2ഉം. ക്ലിയർ അല്ലേ? ദെൻ ഈ I1 എന്ന് പറയുന്ന കറണ്ട് B എന്ന് പറയുന്ന പോയിന്റിൽ എത്തുമ്പോൾ വീണ്ടും രണ്ടായിട്ട് സ്പ്ലിറ്റ് ആവുന്നുണ്ട്. I3ഉം IG-യും. I3ഉം IG-യും. IG എന്ന് പറയുന്നത് ഗാൽവനോമീറ്ററിലൂടെ പോകുന്ന കറണ്ട് ആയത് കാരണമാണ് അതിന് എന്ത് പേര് വന്നത്? IG എന്ന് പേര് വന്നത്. ഗാൽവനോമീറ്ററിലൂടെ പോകുന്ന കറണ്ട് ആയത് കാരണമാണ് അതിന് IG എന്ന് പറഞ്ഞത്. ഗാൽവനോമീറ്റർ എന്തിനാണ് ഉപയോഗിക്കുക? ഗാൽവനോമീറ്റർ ഈസ് എ ഡിവൈസ് വിച്ച് ഈസ് യൂസ്ഡ് ടു മെഷർ അല്ലെങ്കിൽ ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിറ്റക്ട് ദ പ്രസൻസ് ഓഫ് കറണ്ട്. കറണ്ട് ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാൻ, സെൻസ് ചെയ്യാൻ, അല്ലെങ്കിൽ സ്മോൾ എമൗണ്ട് ഓഫ് കറണ്ട് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക? ഗാൽവനോമീറ്റർ ഉപയോഗിക്കുക. ക്ലിയർ അല്ലേ? ദെൻ നമുക്ക് അറിയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന IG-യും I2 എന്ന് പറയുന്ന കറണ്ടും കൂടിയിട്ട് D എന്ന് പറയുന്ന പോയിന്റിൽ എന്തായിട്ട് മാറുന്നു? I4 എന്ന് പറയുന്ന കറണ്ടായി മാറുന്നു. IG-യും I2ഉം കൂടി ചേർന്നിട്ട് D എന്ന പോയിന്റിന് I4 എന്ന് പറയുന്ന കറണ്ടായിട്ട് മാറുന്നു. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓരോ പോയിന്റിലും കറണ്ടിന് എന്ത് മാറ്റം വരുന്നു എന്ന് വൃത്തിയായിട്ട് മനസ്സിലാക്കണം. ഒന്നുകൂടി പറഞ്ഞുതരാം. I എന്ന് പറയുന്ന കറണ്ട് A എത്തുമ്പോൾ I1ഉം I2 ആയിട്ട് മാറുന്നു. I1 B എത്തുമ്പോൾ I3ഉം IG-യും ആയിട്ട് മാറുന്നു. D എത്തുമ്പോൾ IG-യും I2ഉം കൂടി ചേർന്നിട്ട് I4 ആയിട്ട് മാറുന്നു. ഈ പറയുന്ന I3 ആണ് ഇങ്ങോട്ട് വരുന്നത്. ക്ലിയർ അല്ലേ? സോ PQRS എന്ന് പറയുന്ന റെസിസ്റ്റേഴ്സിൽ കൂടെ ഏതൊക്കെ കറണ്ട് ആണ് ഫ്ലോ ചെയ്യുന്നതെന്ന് വൃത്തിയായിട്ട് മനസ്സിലാക്കണം. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് കിർച്ചോഫിന്റെ സെക്കൻഡ് ലോ ആണ്. കിർച്ചോഫിന്റെ സെക്കൻഡ് ലോ ആണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. സോ ആദ്യം നമ്മൾ ഫസ്റ്റത്തെ ലൂപ്പ് കൺസിഡർ ചെയ്യാം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ലൂപ്പ്. ക്ലിയർ? ആ ഡയഗ്രാമിലെ ഫസ്റ്റ് പോർഷൻ നമ്മൾ കൺസിഡർ ചെയ്യാം. സോ ഫസ്റ്റ് ലൂപ്പ് ദാറ്റ് മീൻസ് ABDA എന്ന് പറയുന്ന ഫസ്റ്റ് ലൂപ്പ് നമ്മൾ കൺസിഡർ ചെയ്യാണ്. ABDA എന്ന് പറയുന്ന ഫസ്റ്റ് ലൂപ്പ് നമ്മൾ കൺസിഡർ ചെയ്യാണ്. സോ അതിനകത്ത് നമുക്ക് കിർച്ചോഫ് ലോ അപ്ലൈ ചെയ്യാലോ. സോ എഴുതുകയാണ് I1P കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് ഇവിടെ P അല്ലേ? I1P പ്ലസ് IG. നിങ്ങൾ വിചാരിക്കും IG ആണ് കറണ്ട്, G എന്താണ്? ഈ ഗാൽവനോമീറ്ററിന്റെ റെസിസ്റ്റൻസ് ആണ് G. സോ IGG മൈനസ്. എങ്ങനെ മൈനസ് വന്നു? എന്തുകൊണ്ട് മൈനസ് വന്നു? ഇവിടെ നോക്കൂ. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ വൃത്തിയായിട്ട് നോക്കുമ്പോൾ I1 എന്ന് പറയുന്ന കറണ്ടിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. I2 എന്ന് പറയുന്ന കറണ്ടിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. കാരണം ഇത് രണ്ടും കൂടി ഇങ്ങനെ ജോയിൻ ചെയ്യുമ്പോൾ ഇത് രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് വരിക. സോ I1ഉം I2ഉം ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ഇടണം? മൈനസ് സൈൻ ഇടണം. മൈനസ് I2R എന്ന് തന്നെ എഴുതണം. മൈനസ് I2R ഈക്വൽ ടു എന്താണ്? നോർമലി കിർച്ചോഫ് ലോ അനുസരിച്ച് ഈക്വൽ ടു എന്ത് വരും? EMF എന്ന് വരും. ഇവിടെ ഈ പറയുന്ന ആദ്യത്തെ ലൂപ്പിനകത്ത് സെല്ല് വല്ലതും കണക്ട് ചെയ്തിട്ടുണ്ടോ? ഇല്ല. there is no cell in the first loop. That's why
we have to put 0. So I1P plus IgG minus I2R equal to 0. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ഇക്വേഷൻ. അടുത്ത നമുക്ക് സെക്കൻഡ് ലൂപ്പ് കൺസിഡർ ചെയ്യാലോ. സെക്കൻഡ് ലൂപ്പ് കൺസിഡർ ചെയ്യാണ്. അതായത് BCDB എന്ന് പറയുന്ന രണ്ടാമത്തെ ലൂപ്പ് നമ്മൾ കൺസിഡർ ചെയ്യാണ്. അതിനകത്ത് നമുക്ക് എഴുതാലോ I3Q മൈനസ് I3ക്ക് ഏതൊക്കെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്നു? IG-യും I4-ഉം ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. വൃത്തിയായിട്ട് നോക്കിയാൽ മനസ്സിലാവും. അതായത് നമ്മുടെ I3 ഇങ്ങനെയാണ് വരുന്നത്, IG ഇങ്ങനെയാണ്, I4 ഇങ്ങനെയാണ്. സോ ഇതിന് ഈ രണ്ട് കറണ്ടും ഓപ്പോസിറ്റ് ആണ്. സോ നമ്മൾ മൈനസ് I4S മൈനസ് IgG എന്ന് എഴുതും ഈക്വൽ ടു 0. ക്ലിയർ ആവുന്നുണ്ട്? എന്തുകൊണ്ടാണ് നെഗറ്റീവ് സൈൻ? അവിടെ കറണ്ടിന്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയത് കാരണം നമ്മൾ നെഗറ്റീവ് സൈൻ ഇട്ട് ഈക്വൽ ടു 0 ബിക്കോസ് ദർ ഇസ് നോ സെൽ ഓർ ബാറ്ററി ഇൻ ദാറ്റ് ലൂപ്പ്. സോ ഇതിന് നമുക്ക് ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് എടുക്കാം. അതിനെ ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് എടുക്കാം. അടുത്തത് നമുക്ക് അറിയേണ്ട കാര്യം എന്ന് പറയുന്നത് ഗാൽവനോമീറ്ററിലൂടെ കറണ്ട്, നമ്മുടെ ഒരു അസംഷൻ ആണ് ദർ ഇസ് നോ കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ ഗാൽവനോമീറ്റർ, അല്ലെങ്കിൽ ഗാൽവനോമീറ്റർ ഷോസ് സീറോ ഡിഫ്ലക്ഷൻ. ഗാൽവനോമീറ്റർ ഡിഫ്ലക്ഷൻ ഒന്നും കാണിക്കുന്നില്ല. അപ്പോഴാണ് ഇത് ബാലൻസ്ഡ് ആവത്തുള്ളൂ. സോ IG എന്ന് പറയുന്ന കറണ്ട് എത്രയാണ്? 0 ആയിരിക്കും. IG എന്ന് പറയുന്ന കറണ്ട് 0 ആയിട്ട് നമ്മൾ എടുക്കുകയാണ്. സോ IG 0 ആവുമ്പോൾ ഈ ഇക്വേഷനിൽ മാറ്റം വരില്ലേ? ഇവിടെ IG 0 ആവുമ്പോൾ ഈ ടേം ഫുള്ളി പോവും. ഇവിടെ എന്താണ്? ഈ ടേം ഫുള്ളി പോവും. സോ നമുക്ക് മാറ്റി എഴുതാലോ. സോ ഫസ്റ്റ് ഇക്വേഷൻ എന്തായിട്ട് മാറും? I1P മൈനസ് I2R ഈക്വൽ ടു 0 എന്നാവും. I1P മൈനസ് I2R ഈക്വൽ ടു 0. രണ്ടാമത്തെ ഇക്വേഷൻ എന്തായിട്ട് മാറും? I3Q മൈനസ് I4S equal to 0 എന്നാവും. I3Q minus I4S equal to 0 എന്നാവും. ഇതാണ് ആ രണ്ട് ഇക്വേഷൻ നമ്മൾ മോഡിഫൈ ചെയ്തത്. ഇങ്ങനെ ഞാൻ മുകളിലുള്ളത് മായ്ക്കുകയാണ്. ഇതിലുള്ള ലെഫ്റ്റ് സൈഡിലുള്ള അല്ലെങ്കിൽ റൈറ്റ് സൈഡ് നെഗറ്റീവ് സൈൻ ഉള്ളതെല്ലാം നമ്മൾ ഈക്വൽ ടു ആ സൈഡിലോട്ട് കൊണ്ടുപോയി എഴുതുകയാണ്. ദെൻ I1P equal to I2R, ഈ നെഗറ്റീവ് സൈൻ ഉള്ളത് ഈക്വൽ ടുവിന്റെ അപ്പുറത്തെ സൈഡിലോട്ട് ഞാൻ കൊണ്ടുപോയി എഴുതുകയാണ്. അപ്പൊ പോസിറ്റീവായി I1P equal to I2R, ഇക്വേഷൻ നമ്പർ 3. സെയിം വേ I3Q equal to I4S, ഇക്വേഷൻ നമ്പർ 4. I3Q equal to I4S, ഇക്വേഷൻ നമ്പർ 4. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള IG 0 ആണെങ്കിൽ, IG എന്ന് പറയുന്ന കറണ്ട് 0 ആണെങ്കിൽ I1ഉം I3യും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. I1 ഈക്വൽ ടു I3 എന്ന് വരും, I2 ഈക്വൽ ടു I4 എന്ന് വരും, I2 ഈക്വൽ ടു I4 എന്ന് വരും. ബിക്കോസ് IG ഈസ് 0. IG എന്ന് പറയുന്ന കറണ്ട് 0 ആയത് കാരണം ഈ കണ്ടീഷൻ വരും. സോ നമുക്ക് ഇക്വേഷൻ 3/4 എന്ന് എഴുതാലോ. രണ്ടും നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കുകയാണ്. ഇക്വേഷൻ 3/4 നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണ്. സോ എന്ത് വരും? I1P divided by I3Q equal to I2R divided by I4S. I2R divided by I4S. I1ഉം I3യും ഈക്വൽ അല്ലേ? I1ഉം I3യും ഈക്വൽ ആണ് ബിക്കോസ് IG ഈക്വൽ ടു 0. സോ I1ഉം I3യും നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. സെയിം വേ I2ഉം I4ഉം ഈക്വൽ അല്ലേ? ബിക്കോസ് IG ഈസ് ഈക്വൽ ടു 0. ദെൻ I2ഉം I4ഉം ക്യാൻസൽ ചെയ്യും. അപ്പൊ എന്ത് വരും? P/Q equal to R/S എന്ന് വരും. P/Q equal to R/S. ഇതാണ് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിന്റെ ഫൈനൽ ഇക്വേഷൻ. സോ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ നിങ്ങൾ പരീക്ഷകൾ ചോദിക്കുമ്പോൾ ഇതിന് ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ ഈ തിയറി കൺസെപ്റ്റ് എഴുതിയിട്ടാണ് ഡെറിവേഷൻ തുടങ്ങുന്നത്. അല്ലാതെ ഡയറക്റ്റ് ആയിട്ട് ഡയഗ്രാം വരച്ച് ഡെറിവേഷൻ തുടങ്ങരുത്. ഇതിൽ എന്തൊക്കെയാണ് ഉള്ളത്? 4 റെസിസ്റ്റേഴ്സ് ഉണ്ട്, അതെങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നു, ഓരോന്നിലൂടെ പോകുന്ന കറണ്ട് ഏതാണ്, ഈ കാര്യങ്ങൾ എഴുതിയിട്ട് മാത്രമേ ഡെറിവേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഡെറിവേഷൻ അല്ലെങ്കിൽ ഈ ഫൈനൽ ആൻസേഴ്സ് ആണ് നമ്മൾ ഫർദർ ആയിട്ടുള്ള മീറ്റർ ബ്രിഡ്ജിന്റെ കേസിലാണെങ്കിലും പൊട്ടൻഷ്യൽ മീറ്ററിന്റെ കേസിലാണെങ്കിലും നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. സോ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് എന്തിനാണ് ഉപയോഗിക്കുക എന്ന് വെച്ചാൽ അൺനോൺ റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് മീറ്റർ ബ്രിഡ്ജ് ഉപയോഗിക്കുക. അതായത് P കണ്ടുപിടിക്കാൻ, Q കണ്ടുപിടിക്കാൻ, R കണ്ടുപിടിക്കാൻ, ഇങ്ങനെ ഓരോരോ അൺനോൺ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ഈ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ മതി. ക്ലിയർ ആവുന്നുണ്ടോ? സോ ഇതാണ് ഇതിന്റെ പർപ്പസ് എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ചാപ്റ്ററിലുള്ള വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആണ് വൃത്തി. നമുക്ക് നമ്മുടെ അടുത്ത വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയ ചോദ്യം കിടക്കാം. ദാറ്റ് ഈസ് മീറ്റർ ബ്രിഡ്ജ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ. മീറ്റർ ബ്രിഡ്ജ് കാണുമ്പോൾ ചെറിയ കോംപ്ലിക്കേഷൻ ഒക്കെ ഫീൽ ആവും, പക്ഷെ അത്രയ്ക്കൊന്നുമില്ല, വളരെ സിമ്പിൾ ആണ്. ഈ 3 സ്ട്രിപ്സുകൾ കൺസിഡർ ചെയ്യാം. 3 സ്ട്രിപ്പുകൾ കൺസിഡർ ചെയ്യാം. 3ഉം കോപ്പർ സ്ട്രിപ്സ് ആണ്. 3 കോപ്പർ സ്ട്രിപ്സും ഒരു വുഡൻ ബോർഡിൽ വെച്ച് മരത്തിന്റെ തടിയിൽ 3 സ്ട്രിപ്പുകൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അത്രേ ഉള്ളൂ. ഓക്കെ. സോ ആദ്യത്തെ സ്ട്രിപ്പുകളുടെ ഗ്യാപ്പിൽ, ഇൻ ബിറ്റ്വീന്റെ ഗ്യാപ്പിൽ നമ്മൾ എന്ത് വെച്ചു? ഒരു അൺനോൺ റെസിസ്റ്റൻസ് വെച്ചു. നമുക്ക് റെസിസ്റ്റൻസ് അറിയില്ല, അല്ലെങ്കിൽ ഈ റെസിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് എക്സ് എന്ന് ഡിനോട്ട് ചെയ്തു. അറിയാത്ത റെസിസ്റ്റൻസിന് എന്ത് ഡിനോട്ട് ചെയ്തു? എക്സ് എന്ന് ഡിനോട്ട് ചെയ്തു. അറിയുന്ന സൈഡ്, അതായത് റെസിസ്റ്റൻസ് ബോക്സ് വെച്ചു. റെസിസ്റ്റൻസ് ബോക്സ് എന്താണ്?
നമുക്ക് അതിലുള്ള റെസിസ്റ്റൻസ് നമുക്ക് അറിയാം. നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റുന്ന റെസിസ്റ്റൻസിനെയാണ് നമ്മൾ R അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ബോക്സിൽ വെച്ചിരിക്കുന്നത്. ക്ലിയർ ആവുന്നില്ല? സോ ഒരു അൺനോൺ റെസിസ്റ്റൻസും ഒരു നോൺ റെസിസ്റ്റൻസും രണ്ട് ഗ്യാപ്പിൽ നമ്മൾ വെച്ചു. ക്ലിയർ? നമ്മളൊരു സ്ട്രെയിറ്റ് വയർ സ്ട്രെച്ച് ചെയ്ത് വെച്ചു. എത്രയാണ് അതിന്റെ 100 ആണെന്ന് വെക്കുക. 100 സെന്റിമീറ്റർ അല്ലെങ്കിൽ 1 മീറ്റർ ആയിട്ട് കൺസിഡർ ചെയ്യുക. എങ്ങനെയാണെങ്കിലും 100 ആണ് അതിന്റെ മെഷർ എന്ന് കൺസിഡർ ചെയ്യുക. ക്ലിയർ അല്ലേ? ഈ സെന്റർ പോയിന്റ് നമ്മളൊരു ഗാൽവനോമീറ്ററിലോട്ട് കണക്ട് ചെയ്തു. സെന്റർ പോയിന്റ് നമ്മളൊരു ഗാൽവനോമീറ്ററിലോട്ട് കണക്ട് ചെയ്തു. ഗാൽവനോമീറ്ററിന്റെ പ്രത്യേകത എന്താണ്? അത് ഗാൽവനോമീറ്റർ ഇസ് എ കറന്റ് സെൻസിങ് ഡിവൈസ്, അല്ലെങ്കിൽ കറണ്ട് ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കുന്ന ഡിവൈസ് ആണ് ഗാൽവനോമീറ്റർ എന്ന് പറയാം. സോ ഗാൽവനോമീറ്ററിലോട്ട് കണക്ട് ചെയ്തു. അവിടെ നിന്ന് നമ്മൾ നേരെ ഒരു പോയിന്റർ വഴി വീണ്ടും ഈ പറയുന്ന കമ്പിയിലോട്ട് കണക്ട് ചെയ്തു. സ്ട്രെച്ച്ഡ് വയറിലോട്ട് കണക്ട് ചെയ്തു. ഒന്നുകൂടി പറഞ്ഞുതരാം. ഈ പോയിന്റിൽ നിന്ന് ഗാൽവനോമീറ്ററിലോട്ട് കണക്ട് ചെയ്തു. ഗാൽവനോമീറ്ററിൽ നിന്ന് ഒരു പോയിന്ററിലോട്ട് കണക്ട് ചെയ്തു. പോയിന്റർ എവിടെയാണ് മൂവ് ചെയ്യുന്നത്? ഈ പറയുന്ന സ്ട്രെച്ച്ഡ് വയറിലാണ് മൂവ് ചെയ്യുന്നത്. അതിനെ പോയിന്റർ എന്ന് പറയാം, ജോക്കി എന്ന് പറയാം. സോ എന്തായാലും ഈ സ്ട്രെച്ച്ഡ് വയറിലൂടെ മൂവ് ചെയ്യുന്ന സാധനമാണ്. ജസ്റ്റ് നമ്മൾ കണ്ടിട്ടില്ലേ ഇങ്ങനെ ഒരു സാധനം ഇങ്ങനെ മൂവ് ചെയ്യുന്നത്. ഓക്കെ, ഈ സ്ട്രെച്ച്ഡ് വയറിലൂടെ നമുക്ക് ഇങ്ങനെ മൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. ക്ലിയർ? ഇനി ഇവിടെ എന്താ നമുക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതിന്റെ പ്രിൻസിപ്പിൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഈ ഗാൽവനോമീറ്റർ സീറോ ഡിഫ്ലക്ഷൻ കാണിച്ചാൽ, അതായത് ഇവിടെ കറണ്ട് ഗാൽവനോമീറ്ററിലൂടെ കറണ്ട് പോവാതിരിക്കുന്ന സന്ദർഭത്തിൽ ഈ പറയുന്ന മീറ്റർ ബ്രിഡ്ജ് ബാലൻസ്ഡ് ആയി എന്ന് പറയാം. When the galvanometer shows zero deflection, the meter bridge is said to be balanced. ഗാൽവനോമീറ്റർ ഡിഫ്ലക്ഷൻ കാണിച്ചില്ലെങ്കിൽ മീറ്റർ ബ്രിഡ്ജ് ബാലൻസ്ഡ് ആയി എന്ന് പറയാം. സോ മീറ്റർ ബ്രിഡ്ജ് ബാലൻസ്ഡ് ആവുന്ന സമയത്തുള്ള ലെങ്ത് നമ്മൾ കണ്ടുപിടിക്കണം. മീറ്റർ ബ്രിഡ്ജ് ബാലൻസ്ഡ് ആവുന്ന സമയത്തുള്ള ലെങ്ത് കണ്ടുപിടിക്കണം. സോ ഈ പറയുന്ന പോയിന്റിൽ P എന്ന് പറയുന്ന പോയിന്റിൽ എത്തുമ്പോൾ ഗാൽവനോമീറ്റർ സീറോ ഡിഫ്ലക്ഷൻ കാണിച്ചു എന്ന് വെക്കാം. അതായത് ഈ വയറിലൂടെ ആദ്യം ഞാൻ ജോക്കി ഇവിടെ വെച്ചു, അപ്പൊ ഗാൽവനോമീറ്റർ ഡിഫ്ലക്ഷൻ കാണിക്കുന്നു. എഗെയിൻ ഇവിടെ വെച്ചു, പിന്നെയും കാണിക്കുന്നു, ഇവിടെ വെച്ചു, കാണിക്കുന്നു. സോ ഈ പെർട്ടിക്കുലർ പോയിന്റിൽ P എന്ന് പറയുന്ന പോയിന്റിൽ ഗാൽവനോമീറ്ററിന്റെ ജോക്കി വെക്കുന്ന സമയത്ത് സീറോ ഡിഫ്ലക്ഷൻ കാണിച്ചു എന്ന് വെക്കുക. അതാണ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. P എന്ന രീതിയിൽ ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. സോ P എന്ന് പറയുന്ന പോയിന്റിൽ മീറ്റർ ബ്രിഡ്ജ് ബാലൻസ്ഡ് ആണ്. P എന്ന് പറയുന്ന പോയിന്റിൽ മീറ്റർ ബ്രിഡ്ജ് ബാലൻസ്ഡ് ആണ്. സോ നമുക്ക് P നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചു. സോ ഈ ലെഫ്റ്റിൽ നിന്ന് P ലോട്ടുള്ള ഡിസ്റ്റൻസിനെ L എന്നും P യിൽ നിന്ന് റൈറ്റ് സൈഡ് എൻഡിലോട്ടുള്ള ഡിസ്റ്റൻസിനെ 100 മൈനസ് L എന്നും പറയും. അങ്ങനെയല്ലേ? ഓവറോൾ 100 ആണ്. ഈ പോയിന്റിലുള്ള L ആണെങ്കിൽ ഇത് 100 മൈനസ് L ആയിരിക്കില്ലേ? ക്ലിയർ അല്ലേ? നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. ഇത് L ആണെങ്കിൽ അത് 100 മൈനസ് L ആയിട്ട് നമ്മൾ എടുക്കുന്നു. ക്ലിയർ? ദെൻ ഇത് നമ്മൾ ഓവറോൾ ആയിട്ട് ഒരു സെല്ലിലോട്ട് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു സർക്യൂട്ടിലോട്ട് അല്ലെങ്കിൽ ഈ ഒരു മീറ്റർ ബ്രിഡ്ജിലോട്ട് നമ്മൾ വീസ്റ്റൺ ബ്രിഡ്ജിലുള്ള ഫൈനൽ ഇക്വേഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. വീസ്റ്റൺ ബ്രിഡ്ജിന്റെ ഫൈനൽ ഇക്വേഷൻ നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. എന്താണ് ഫൈനൽ ഇക്വേഷൻ? P/Q ഈക്വൽ ടു R/S. P/Q ഈക്വൽ ടു R/S ആണ്. ഇതെല്ലാം എന്താണ്? റെസിസ്റ്റൻസ് ആണ്. Pയും Qയും Rഉം Sഉം എല്ലാം എന്താണ്? റെസിസ്റ്റൻസ് ആണ്. സോ വി ഹാവ് ടു റൈറ്റ് ഓൾ ദീസ് ഇൻ ദ ഫോം ഓഫ് റെസിസ്റ്റൻസ്. ഈ എല്ലാ ടേംസും റെസിസ്റ്റൻസിന്റെ ഫോമിൽ തന്നെ നമുക്ക് എഴുതണം, അല്ലെങ്കിൽ ഉത്തരം ശരിയാവില്ല. P എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഇവിടെ X ആയിട്ട് എടുക്കാം. P എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ് അല്ല എടുക്കുന്നത്, റെസിസ്റ്റൻസ് ആണ് എടുക്കുന്നത്. സോ P എന്ന് പറയുന്ന റെസിസ്റ്റൻസിന് പകരം X എന്ന് പറയുന്ന അൺനോൺ റെസിസ്റ്റൻസ് നമ്മൾ എടുക്കാം. P എന്ന് പറയുന്ന റെസിസ്റ്റൻസിന് പകരം X എന്ന് പറയുന്ന അൺനോൺ റെസിസ്റ്റൻസ് നമുക്ക് എടുക്കാം. X ഡിവൈഡഡ് ബൈ Q എന്ന് പറയുന്ന റെസിസ്റ്റൻസിന് പകരം R എന്ന് പറയുന്ന നോൺ റെസിസ്റ്റൻസ് നമുക്ക് എടുക്കാം. അപ്പൊ X ബൈ R എന്ന് വരും. P എന്ന് പറയുന്ന അൺനോൺ റെസിസ്റ്റൻസിന് പകരം X എടുത്തു, Q ന് പകരം നമ്മൾ ഏതെടുത്തു? R എടുത്തു. P ക്ക് പകരം X എടുത്തു, Q ന് പകരം R എടുത്തു. ഈക്വൽ ടു ഇതിലൊരു R ഉണ്ടല്ലോ, ഇതിലൊരു R ഉണ്ട്. അവിടെ നമുക്ക് എന്തെടുക്കാം? L എന്ന് പറയുന്ന ഡിസ്റ്റൻസിലുള്ള റെസിസ്റ്റൻസ് എടുക്കാം. L എന്ന് പറയുന്ന ഡിസ്റ്റൻസിൽ എന്താണ് റെസിസ്റ്റൻസ്? LR ആണ്. L എന്ന് പറയുന്ന ഡിസ്റ്റൻസിലുള്ള റെസിസ്റ്റൻസ് എന്താണ്? LR ആണ്. R എന്ന് പറഞ്ഞാൽ സ്മോൾ ലെറ്റർ R എന്ന് പറഞ്ഞാൽ L എന്ന് പറയുന്ന ലെങ്തിലുള്ള യൂണിറ്റ് റെസിസ്റ്റൻസ് ആണ്. അപ്പൊ ഈ വയറിന്റെ യൂണിറ്റ് റെസിസ്റ്റൻസ് സ്മോൾ ലെറ്റർ R ആണെങ്കിൽ L എന്ന് പറയുന്ന ഡിസ്റ്റൻസിൽ എന്തായിരിക്കും? LR ആയിരിക്കും. ക്ലിയർ ആവുന്നുണ്ടോ? ഈ വയറിന്റെ ഡിസ്റ്റൻസ് നമ്മൾ L ആയിട്ട് എടുത്തു എന്ന് വെക്കുക. ആ ഡിസ്റ്റൻസിലുള്ള റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് LR ആയിട്ട് എടുക്കുക. R എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് ഏരിയ, സ്മോൾ r എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് ഏരിയ ആയിട്ട് എടുക്കുക, അല്ലെങ്കിൽ യൂണിറ്റ് ലെങ്ത്. ഇവിടെ ഏരിയ അല്ല, ലെങ്ത് ആണ്. സ്മോൾ r എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് ലെങ്ത് ആയിട്ട് എടുക്കുക. അപ്പോ ഈ സൈഡ് എന്ത് വരും? റൈറ്റ് സൈഡ് എന്തായിരിക്കും വരിക? റെസിസ്റ്റൻസ് 100 മൈനസ് L ഇൻറ്റു R എന്ന് വരും. മുകളില്
L into R എന്ന് വന്നു, താഴെ 100 minus L into R എന്ന് വന്നു. ക്ലിയർ അല്ലേ? സോ ഇങ്ങനെയാണ് നമുക്ക് വീസ്റ്റൺ ബ്രിഡ്ജിന്റെ കൺസെപ്റ്റ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? X ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് അൺനോൺ റെസിസ്റ്റൻസ് ആണ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. Therefore X equal to LR into R divided by 100 minus L into R. X equal to LR into R. ഈ R നമ്മൾ അപ്പുറത്തോട്ട് എടുത്തു. So LR into R divided by 100 minus L into R എന്ന് എഴുതി. ഈ R ഉം ക്യാൻസൽ ചെയ്യാലോ. മുകളിലും താഴെയും സ്മോൾ ലെറ്റർ R ഉണ്ട്. സോ ബാക്കി എന്ത് വരും? LR divided by 100 minus L എന്ന് വരും. LR divided by 100 minus L എന്ന് വരും. ഇതാണ് നമ്മൾ അൺനോൺ റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഇക്വേഷൻ മീറ്റർ ബ്രിഡ്ജ് ഉപയോഗിച്ചിട്ട്. അൺനോൺ റെസിസ്റ്റൻസ് X equal to LR divided by 100 minus R. X എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിക്കേണ്ട റെസിസ്റ്റൻസ് ആണ്. R എന്ന് പറഞ്ഞാൽ എന്താണ്? R എന്ന് പറഞ്ഞാൽ നമ്മൾ റെസിസ്റ്റൻസ് ബോക്സിൽ ഫിക്സ് ചെയ്തിരിക്കുന്ന റെസിസ്റ്റൻസ് ആണ് R ഡിവൈഡഡ് ബൈ 100 മൈനസ് L. ഇത് വളരെ എളുപ്പമാണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. മീറ്റർ ബ്രിഡ്ജിന്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് ചോദിക്കും. അപ്പോൾ വീസ്റ്റൺ ബ്രിഡ്ജിന്റെ പ്രിൻസിപ്പിൾ അനുസരിച്ച് നമ്മൾ വീസ്റ്റൺ ബ്രിഡ്ജ് വർക്ക് ചെയ്യുന്നത്. വീസ്റ്റൺ ബ്രിഡ്ജിന്റെ പ്രിൻസിപ്പിൾ അനുസരിച്ചാണ് മീറ്റർ ബ്രിഡ്ജ് വർക്ക് ചെയ്യുന്നത്. സോ ഈ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് ബേസ് ചെയ്ത പ്രോബ്ലംസ് ചോദിക്കാം. അൺനോൺ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്ന പോലത്തെ പ്രോബ്ലംസ് ചോദിക്കാം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. വൃത്തിയായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് പഠിക്കാം. അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആണ് പൊട്ടൻഷ്യോമീറ്റർ. ഡയഗ്രാം വളരെ സിമ്പിൾ ആണ്, അറിയാം. സോ എന്താണ് പൊട്ടൻഷ്യോമീറ്റർ? എന്തിനാണ് പൊട്ടൻഷ്യോമീറ്റർ ഉപയോഗിക്കുന്നത് വെച്ചാൽ, പൊട്ടൻഷ്യോമീറ്റർ പേരിൽ തന്നെയുണ്ട്. പൊട്ടൻഷ്യൽ കാൽക്കുലേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ വോൾട്ടേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പൊട്ടൻഷ്യോമീറ്റർ ഉപയോഗിക്കുക. സോ നിങ്ങൾക്കറിയാം വോൾട്ട് മീറ്റർ എന്ന സാധനം കൂടി ഉണ്ട് വോൾട്ടേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ. പിന്നെ എന്തിനാണ് ഈ പൊട്ടൻഷ്യോമീറ്റർ ഉപയോഗിക്കുന്നത്? വോൾട്ട് മീറ്റർ ഓൾറെഡി ഉണ്ടാവുമ്പോൾ എന്തുകൊണ്ടാണ് പൊട്ടൻഷ്യോമീറ്റർ ഉപയോഗിക്കുന്നത്? അല്ലെങ്കിൽ പൊട്ടൻഷ്യോമീറ്ററിന് വോൾട്ട് മീറ്ററിനേക്കാളും എന്താണ് അഡ്വാൻറ്റേജ്? അത് നിങ്ങൾക്ക് അറിയണം. കാരണം പരീക്ഷയിൽ അത് ആദ്യം തന്നെ ഞാൻ പറഞ്ഞുതരാം. പരീക്ഷയിൽ അത് ചോദിക്കാറുണ്ട്. ഈ പൊട്ടൻഷ്യോമീറ്റർ ഒരിക്കലും സർക്യൂട്ടിൽ നിന്ന് കറണ്ട് എടുത്തിട്ടല്ല വർക്ക് ചെയ്യുന്നത്. സോ എക്സാക്ട് ഫിഗേഴ്സ് നമുക്ക് തരും. വോൾട്ട് മീറ്റർ സർക്യൂട്ടിൽ നിന്ന് കറണ്ട് എടുത്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. സോ അവിടെയുള്ള വാല്യൂസിൽ ചെറിയ ഡീവിയേഷൻസ് ഉണ്ടാവും. എക്സാക്റ്റ് ആയിട്ടുള്ള വാല്യൂവിൽ നിന്ന് ചെറിയ ഡീവിയേഷൻ ഏത് കാണിക്കും? വോൾട്ട് മീറ്റർ കാണിക്കും. പൊട്ടൻഷ്യോമീറ്റർ നമുക്ക് പ്രോപ്പർ റീഡിങ്സ് ആണ് പ്രൊവൈഡ് ചെയ്യുക. ബിക്കോസ് സർക്യൂട്ടിൽ നിന്ന് പൊട്ടൻഷ്യോമീറ്റർ ഒരിക്കലും കറണ്ട് ഡ്രോൺ ചെയ്യുന്നില്ല. ക്ലിയർ അല്ലേ? സോ ഫൈൻ. ഇനി നമുക്ക് ഇതിന്റെ കൺസ്ട്രക്ഷനിലോട്ട് കടക്കാം. സോ ഇതിനകത്ത് AB എന്ന് പറയുന്ന ലെങ്ത് ഉണ്ട്. സോ ഇതിനിടയിൽ ഒരു 10 മീറ്റർ ഉള്ള ഒരു വയർ കണക്ട് ചെയ്തിട്ടുണ്ട്. 10 മീറ്റർ ആണ്, 100 അല്ല. 10 മീറ്റർ ഉള്ള ഒരു വയർ A മുതൽ B വരെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ 10 മീറ്റർ ആണെന്ന് ഫീൽ ആവില്ല. സോ ഇതിങ്ങനെ കുറെ ഒരു ബോർഡിനകത്ത് ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ടാവും കേട്ടോ. ജസ്റ്റ് ലൈക്ക് ദിസ്. ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ടാവും. സോ ഒരു 10 മീറ്റേഴ്സ് ഉള്ള വയറാണ് എയും ബിയും തമ്മിൽ ഇടയിൽ കണക്ട് ചെയ്തിട്ടുണ്ട് ഉള്ളത്. ക്ലിയർ? സോ അപ്പോ ഇതിന് നമ്മൾ പ്രൈമറി സർക്യൂട്ട് എന്ന് പറയും. പ്രൈമറി സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഈ A മുതൽ B വരെയുള്ള ഈ ഒരു സെറ്റിംഗ്സിനെയാണ് നമ്മൾ എന്ത് പറയാ? പ്രൈമറി സർക്യൂട്ട് എന്ന് പറയാം. സോ പ്രൈമറി സർക്യൂട്ടിൽ എന്തുണ്ട്? ഈ 10 മീറ്റർ വയർ ഉണ്ട്, ഒരു റിയോസ്റ്റാറ്റ് ഉണ്ട്, ഒരു സെൽ ഉണ്ട്. ഈ സെല്ലിനെ നമുക്ക് പ്രൈമറി സെൽ എന്ന് പറയാം. ഈ സെല്ലിന് നമുക്ക് എന്ത് പറയാം? പ്രൈമറി സെൽ എന്ന് പറയാം. സോ എന്താണ് പ്രൈമറി സർക്യൂട്ട് എന്ന് മനസ്സിലായോ? ഒരു റിയോസ്റ്റാറ്റ്, ഒരു സെല്ല്, ഒരു 10 മീറ്റർ വയർ ഇൻക്ലൂഡ് ചെയ്യുന്ന സർക്യൂട്ടിനെയാണ് നമ്മൾ എന്ത് പറയാ? പ്രൈമറി സർക്യൂട്ട് എന്ന് പറയാം. ഇനി നമുക്ക് ഒരു സർക്യൂട്ട് കൂടി ഉണ്ട്, ദാറ്റ് ഈസ് സെക്കൻഡറി സർക്യൂട്ട്. എന്താണ് സെക്കൻഡറി സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ, എയിൽ നിന്ന് ഒരു സെല്ല്, ഇതെന്ന് വെച്ചാൽ എന്ത് സെല്ലാണ്? സെക്കൻഡറി സെല്ലും ഒരു ഗാൽവനോമീറ്റർ. ഗാൽവനോമീറ്റർ എന്തിനാ ഉപയോഗിക്കുക? കറണ്ട് സെൻസ് ചെയ്യാൻ അല്ലെങ്കിൽ സ്മോൾ എമൗണ്ട് ഓഫ് കറണ്ട് മെഷർ ചെയ്യുന്ന ഡിവൈസ് ആണ് ഗാൽവനോമീറ്റർ. ദെൻ ഒരു ഹൈ റെസിസ്റ്റൻസും ഒരു ജോക്കിയും. ഇതിനെയാണ് നമ്മൾ സെക്കൻഡറി സർക്യൂട്ട് എന്ന് പറയാ. അതായത് എയിൽ നിന്ന് ഒരു സെക്കൻഡറി സെല്ല്, ഒരു ഗാൽവനോമീറ്റർ, ഒരു ഹൈ റെസിസ്റ്റൻസും ജോക്കിയും കൂടി വരുന്ന സർക്യൂട്ടിനെയാണ് നമ്മൾ എന്ത് പറയാ? സെക്കൻഡറി സർക്യൂട്ട് എന്ന് പറയാ. ക്ലിയർ? സപ്പോസ് ഈ ജോക്കി എടുത്തിട്ട് ഞാൻ A എന്ന് പറയുന്ന പോയിന്റിൽ വെക്കുകയാണെന്ന് വെക്കുക. ജോക്കി എന്ന് പറയുന്ന ഈ പോയിന്റർ എടുത്തിട്ട് ഞാൻ A എന്ന് പറയുന്ന പോയിന്റിൽ വെച്ചു വച്ചാൽ ഗാൽവനോമീറ്റർ ഒരു പെർട്ടിക്കുലർ സൈഡിലോട്ട് ഡിഫ്ലക്ഷൻ കാണിക്കും. ഗാൽവനോമീറ്റർ ഒരു പെർട്ടിക്കുലർ സൈഡിലോട്ട് ഡിഫ്ലക്ഷൻ കാണിക്കും. സെയിം വേ ഈ പോയിന്റർ എടുത്തിട്ട് ഞാൻ B എന്ന് പറയുന്ന പോയിന്റിലാണ് വെക്കുന്നതെങ്കിൽ ഗാൽവനോമീറ്റർ ഓപ്പോസിറ്റ് സൈഡിലോട്ട് ഡിഫ്ലക്ഷൻ കാണിക്കും. എയിൽ വെച്ചാൽ ഒരു സൈഡിലോട്ട് കാണിക്കും, ബിയിൽ വെച്ചാൽ ഓപ്പോസിറ്റ് സൈഡിലോട്ട് കാണിക്കും. ക്ലിയർ അല്ലേ? സോ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന പോയിന്ററിനെ ഞാൻ ഇൻ ബിറ്റ്വീൻ ആയിട്ട് ഒരു പോയിന്റിൽ വെച്ചു. അതായത് സീറോ ഡിഫ്ലക്ഷൻ കാണിക്കുന്ന പോയിന്റിൽ വെച്ചു. പൊട്ടൻഷ്യോമീറ്ററിന് സീറോ ഡിഫ്ലക്ഷൻ കാണിക്കുന്ന ഒരു പോയിന്റിൽ നമ്മൾ എന്ത് വെച്ചു? ഈ പറയുന്ന ജോക്കി അല്ലെങ്കിൽ ഈ പോയിന്ററിനെ കൊണ്ടുവന്ന് ഞാൻ വെച്ചു.
സോ ഈ പോയിന്റിൽ സീറോ ഡിഫ്ലക്ഷൻ കാണിക്കുകയാണെന്ന് വെക്കുക. ഈ പോയിന്റിൽ പി എന്ന് പറയുന്ന ഈ പോയിന്റിലാണ് സീറോ ഡിഫ്ലക്ഷൻ കാണിക്കുകയാണെന്ന് നമ്മൾ വെക്കുകയാണ്. ക്ലിയർ? സോ ഈ ഡിസ്റ്റൻസിൽ വെക്കുമ്പോൾ സീറോ ഡിഫ്ലക്ഷൻ കാണിക്കും. സീറോ ഡിഫ്ലക്ഷന്റെ കണ്ടീഷൻ എന്താണ്? The potential in the primary circuit will be equal to EMF in the secondary. Potential in the primary cell will be equal to EMF in the secondary cell. Potential in the primary cell. ഏതാണ് primary cell? ഇതാണ് primary cell. Secondary എന്ന് വെച്ചാൽ ഏതാണ്? ഇതാണ് secondary. So potential in primary will be equal to EMF in secondary. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴാണ് ഈ പറയുന്ന ഗാൽവനോമീറ്റർ എന്ത് കാണിക്കുക? സീറോ ഡിഫ്ലക്ഷൻ കാണിക്കുക. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴാണ് ഗാൽവനോമീറ്റർ ഷോസ് സീറോ ഡിഫ്ലക്ഷൻ. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ അതുകൊണ്ട് നമുക്ക് നമ്മുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ നമുക്കറിയാം V ഈക്വൽ ടു IR ആണ്. സോ ഇൻ ദ ടേം ഓഫ് EMF നമുക്ക് എങ്ങനെ എഴുതാം? E ഈക്വൽ ടു IR എന്ന് എഴുതാം. V നെ ഏത് വെച്ച് റീപ്ലേസ് ചെയ്യാം? E വെച്ച് റീപ്ലേസ് ചെയ്യാം. EMF വെച്ച് റീപ്ലേസ് ചെയ്യാണ്. ഫൈൻ. സോ R ന് പകരം R എന്ന് പറയുന്ന റെസിസ്റ്റൻസിന് പകരം നമുക്ക് എങ്ങനെ എഴുതാം? LR എന്ന് എഴുതാൻ പറ്റില്ലേ? L എന്ന് പറഞ്ഞാൽ ലെങ്ത് ആണ്. R എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. ഈ വയറിന്റെ റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ് സ്മോൾ r. ടോട്ടൽ ലെങ്ത് ആണ്, അല്ലെങ്കിൽ ടോട്ടൽ ലെങ്ത് അല്ല, ടോട്ടൽ ലെങ്ത് ആണ് നമ്മൾ L ആയിട്ട് എടുക്കുന്നത്. ക്ലിയർ? ടോട്ടൽ ലെങ്ത് ആണ് നമ്മൾ L ആയിട്ട് എടുക്കുന്നത്. ഫൈൻ. സോ നമുക്ക് എങ്ങനെ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? സോ E ഈസ് ഡയറക്ട്ലി പ്രൊപോർഷണൽ ടു L. ഇതാണ് നമ്മുടെ അസംപ്ഷൻ. E ഈസ് ഡയറക്ട്ലി പ്രൊപോർഷണൽ ടു L. ഇവിടെ L എന്ന് പറഞ്ഞാൽ ടോട്ടൽ ലെങ്ത് അല്ല എടുക്കുന്നത്. ഏത് പോയിന്റിലാണോ ഈ പറയുന്ന ഗാൽവനോമീറ്റർ സീറോ ഡിഫ്ലക്ഷൻ കാണിക്കുന്നത് ആ ലെങ്തിനെയാണ് നമ്മൾ L എന്ന് എടുക്കുക. ഓവറോൾ ലെങ്ത് അല്ല എടുക്കുന്നത്. ഓവറോൾ ലെങ്ത് 10 മീറ്റർ ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഏത് പോയിന്റിലാണോ ഗാൽവനോമീറ്റർ സീറോ ഡിഫ്ലക്ഷൻ കാണിക്കുന്നത് ആ ലെങ്തിനെയാണ് നമ്മൾ L ആയിട്ട് എടുക്കുക. സോ EMF ഈസ് ഡയറക്ട്ലി പ്രൊപോർഷണൽ ടു L. ഇതാണ് അതിന്റെ ഫൈനൽ ഇക്വേഷൻ. ഈ പൊട്ടൻഷ്യോമീറ്ററിന്റെ ഫൈനൽ ഇക്വേഷൻ EMF ഈസ് ഡയറക്ട്ലി പ്രൊപോർഷണൽ ടു L. ഇതിൽ വളരെ കുറച്ച് ഫോർമുലാസ് ഉപയോഗിക്കുന്നുള്ളൂ, പക്ഷെ ഇതിന്റെ കൺസെപ്റ്റ് വൃത്തിയായിട്ട് മനസ്സിലാക്കണം. പൊട്ടൻഷ്യോമീറ്റർ ഈസ് എ ഡിവൈസ് which is used to find the potential without drawing any current from the circuit. സർക്യൂട്ടിൽ നിന്ന് കറണ്ട് എടുക്കാതെ തന്നെ പൊട്ടൻഷ്യൽ കാണിച്ചു തരുന്ന ഡിവൈസ് ആണ് പൊട്ടൻഷ്യോമീറ്റർ എന്ന് പറയുന്നത്. സോ അതിനകത്ത് പ്രൈമറി ഉണ്ട്, സെക്കൻഡറി ഉണ്ട്. പ്രൈമറിന്റെ പൊട്ടൻഷ്യൽ സെക്കൻഡറിന്റെ EMF-ന് ഈക്വൽ ആവുന്ന പോയിന്റിലാണ് ഗാൽവനോമീറ്റർ സീറോ ഡിഫ്ലക്ഷൻ കാണിക്കുക. സോ ആ പോയിന്റ് വരെയുള്ള ലെങ്ത് ആണ് L എന്ന് പറയുന്നത്. Therefore EMF is directly proportional to L. Therefore EMF is directly proportional to L. Clear അല്ലേ? EMF means ഇവിടെയുള്ള പൊട്ടൻഷ്യൽ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. സോ പൊട്ടൻഷ്യൽ ഈസ് ഡയറക്ട്ലി പ്രൊപോർഷണൽ ടു L എന്ന് എടുക്കാം. സോ ഇതാണ് നമ്മുടെ പൊട്ടൻഷ്യോമീറ്ററിന്റെ കൺസെപ്റ്റും കൺസ്ട്രക്ഷനും. വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ഇതോടുകൂടി തന്നെ തേർഡ് ചാപ്റ്ററിന്റെ ഫോക്കസ് പോയിന്റിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. സോ ഇനി നിങ്ങളുടെ പാർട്ടാണ്, ഇനി നിങ്ങളുടെ കയ്യിലാണ്. കാരണം എനിക്ക് പറഞ്ഞു തരാനുള്ള എല്ലാം പറഞ്ഞു തന്നു. വൃത്തിയായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് പഠിക്കുക. സപ്പോസ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ഇടാം. അതർവൈസ് ഗ്രൂപ്പിന്റെ ലിങ്ക് തന്നിട്ടുണ്ട്, എന്റെ വാട്സ്ആപ്പ് നമ്പർ തന്നിട്ടുണ്ട്. ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡൗട്ട്സ് ക്ലാരിഫൈ ചെയ്യാം. റാപ്പിഡ് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അതും ചെയ്യാം. ക്ലിയർ അല്ലേ? റാപ്പിഡ് കോഴ്സിന്റെ പ്രത്യേകത ഡയറക്റ്റ് ഇന്ററാക്റ്റീവ് ക്ലാസ്സസ് ആയിരിക്കും. സോ അതിൽ വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.